السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم احفظنا بالإسلام قائمين، واحفظنا بالإسلام قاعدين، واحفظنا بالإسلام راخدين، ولا تشمت بنا عدوا ولا حاسدا. اللهم إنا نسألك من كل خير خزائنه بيدك، ونعوذ بك من كل شر خزائنه بيدك. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. اللهم اجعل عملنا كله صالحا، واجعله لوجهك خالصا، ولا تجعل فيه لأحد شيئا. أما بعد. സഹോദരങ്ങളെ, ഇമാം അബൂബക്കർ ഇബ്ൻ അബി ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഹായിയയിൽ നിന്ന് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ള വരി 21-ാമത്തെ ബൈറ്റാണ്. വബിൽ ഖദരിൽ മഖ്ദൂരി ഐഖിൻ ഫഇന്നഹു ദിആമതു അഖ്ദിദ്ദീനി വദ്ദീനു അഫ്യഹു. വബിൽ ഖദരിൽ മഖ്ദൂർ, അല്ലാഹു വിധിച്ച അവൻ്റെ ഖദറിൽ, അവൻ്റെ വിധിയിൽ, ഐഖിൻ, നീ ഉറച്ചു വിശ്വസിക്കുക. ഫഇന്നഹു ദിആമതു അഖ്ദിദ്ദീൻ, അത് ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. വദ്ദീനു അഫ്യഹു, ദീനാകട്ടെ വിശാലമാണ്. അഥവാ ദീനിൽ ഏത് വിഷയവും പ്രാധാന്യമുള്ളതാണ്. ദീനിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, പക്ഷേ അതിൽ ചിലതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട്. ഈ വരിയിലൂടെ ഇമാം ഇബ്ൻ അബി ദാവൂദ് റഹിമഹുല്ലാഹ് ഈമാനിൻ്റെ അടിത്തറകളിൽ ഏറെ പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വരികയും ഈമാൻ എന്താണെന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലിഹി വൽയൗമിൽ ആഖിർ വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. ഈമാൻ എന്നാൽ അൻ തുഅ്മിന ബില്ലാഹ്, നീ അള്ളാഹുവിൽ വിശ്വസിക്കാനാണ്. വമലായികതിഹി, അവൻ്റെ മലക്കുകളിലും, വകുതുബിഹി, അവൻ്റെ കിതാബുകളിലും, വറസൂലിഹി, അവൻ്റെ റസൂലുകളിലും, വൽയൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും, വതുഅ്മിന ബിൽ ഖദർ, നീ ഖദറിൽ വിശ്വസിക്കലുമാണ്. ഖൈരിഹി വശർരിഹി, അതിലെ ഖൈറിലും ഷറിലും, ഖൈറും ഷറുമായി അനുഭവപ്പെടുന്ന ഏത് കാര്യവും അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണ്, അവൻ്റെ വിധി അനുസരിച്ചാണ് എന്ന വിശ്വാസം. പ്രിയമുള്ളവരെ, ഈ വിശ്വാസം, അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസം വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. കാരണം ഈ ഭാഗത്ത് വഴിതെറ്റിപ്പോയിട്ടുള്ള, ഇത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ ദീനിൽ നിന്ന് തന്നെ അകന്നുപോയിട്ടുള്ള പല ആളുകളുമുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ വളരെ വ്യക്തമായ, നമുക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന, അങ്കലാപ്പ് നൽകുകയല്ല, അന്താളിപ്പിൽ അകപ്പെടുത്തുകയല്ല, മറിച്ച് ഏറ്റവും ആശ്വാസം നൽകുന്ന, ഒരു മുഅ്മിനിൻ്റെ മനസ്സിൽ അങ്ങേയറ്റത്തെ സമാധാനം നൽകുന്ന വിശ്വാസമാണ് അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസം. ഈ വിശ്വാസം ഉള്ളതുകൊണ്ട് മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, അവർ ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ ആത്മഹത്യകൾ, മനുഷ്യൻ സ്വയം ജീവനൊടുക്കുന്ന പ്രവണതകൾ മറ്റുള്ള സ്ഥലങ്ങളെ, നാടുകളെ അപേക്ഷിച്ച് എത്രയോ കുറവാണ് എന്ന് മുസ്ലിമീങ്ങളല്ലാത്തവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയത് നമുക്ക് കാണാം. നോക്കൂ, അങ്ങനെ നമുക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന വിശ്വാസമാണിത്. പക്ഷേ ഇത് ശരിയായ രൂപത്തിൽ നമ്മൾ
മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസം അതിൻ്റെ ഒരു ആകത്തുക മനസ്സിൽ പതിയാൻ നമുക്ക് 3 അടിസ്ഥാന പാഠങ്ങൾ മനസ്സിലാക്കിയാൽ ഇൻഷാ അള്ളാഹ് സാധിക്കും. അല്ല എങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഖദർ എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അത് അറ്റമില്ലാത്ത ഒരു കടൽ പോലെയാണ്. അതിൽ രക്ഷപ്പെടാനുള്ള വഴി ഷറഇൻ്റെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കപ്പലിൽ കയറുക എന്നതാണ്. ഖദറിനെ, അള്ളാഹുവിൻ്റെ വിധിയെ അള്ളാഹുവിൻ്റെ ഷറഅ് കൊണ്ട്, അവൻ്റെ ദീനിയായ നിയമങ്ങൾ കൊണ്ട് നേരിടുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വഴി, ചുരുക്കി പറഞ്ഞാൽ. കാരണം അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, നാളെ എന്താണ് നമുക്ക് വന്നു ചേരുക എന്ന കാര്യം അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അതേസമയം അള്ളാഹു അറിയിച്ചു തന്നൊരു കാര്യമുണ്ട്. എന്താണ്? നമ്മെ അള്ളാഹു എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മെ റബ്ബ് അറിയിച്ചു തന്നിട്ടില്ല. പക്ഷെ നാം എന്താണ് ചെയ്യുക? മഹാപ്രളയത്തെ നൂഹ് നബിയിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളും നേരിട്ടത് എങ്ങനെയാണ്? കപ്പലിൽ കയറിക്കൊണ്ടാണ്. ആ തൂഫാൻ അള്ളാഹുവിൻ്റെ വിധിയാണ് എങ്കിൽ ആ കപ്പലിൽ കയറുക എന്നത് അള്ളാഹുവിൻ്റെ ഷറഅാണ്, അവൻ്റെ ദീനാണ്. അതാണ് അവിടെ പിൻപറ്റേണ്ടത്, അതാണ് അവിടെ ചെയ്യേണ്ടത്. ആ ഷറഅ് പിൻപറ്റുക. അതിനു മുന്നിൽ ഞൊണ്ടി ന്യായങ്ങളും വേണ്ടാത്ത വാദങ്ങളും പറഞ്ഞുകൂടാ. നൂഹ് അലൈഹിസ്സലാം ആ കപ്പലിൽ കയറിപ്പോകവേ കാഫറായ മകനെ കണ്ടപ്പോൾ വിളിച്ചു, യാ ബുനയ്യ അർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. യാ ബുനൈ, അവൻ്റെ കുഞ്ഞുമകൻ ഇർകം മഅനാ, ഞങ്ങളുടെ കൂടെ കയറൂ, ഈ കപ്പലിൽ കയറൂ. വലാ തകും മഅൽ കാഫിരീൻ, നീ കാഫിറുകളുടെ കൂടെ അകപ്പെടരുത്. അവൻ പറഞ്ഞു, ഖാല സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ, എന്നെ ഈ വെള്ളത്തിൽ നിന്ന് എനിക്ക് കാവലേകാൻ പോകുന്ന മലമുകളിൽ ഞാൻ കയറിക്കൊള്ളാം. നൂഹ് നബി പറഞ്ഞു, ഖാല ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയവർക്കല്ലാതെ ഇന്ന് യാതൊരു രക്ഷയുമില്ല. ആ റഹ്മത്താകട്ടെ ഇന്ന് ഈ കപ്പലിൽ കയറിയവർക്ക് മാത്രമാണ്. വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ, അവർക്ക് രണ്ടുപേർക്കുമിടയിൽ അതാ ഒരു തിരമാല വരികയാണ്. അവൻ മുങ്ങി നശിച്ച കുഫാറുകളുടെ കൂട്ടത്തിൽ തന്നെ നൂഹ് അലൈഹിസ്സലാമിൻ്റെ മകൻ അകപ്പെട്ടു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം അതേക്കുറിച്ച് പറയുകയുണ്ടായി, യാ ബുനയ്യ അർകം മഅനാ, ഓ മോനെ വരൂ, ഈ കപ്പലിൽ കയറൂ എന്ന് നൂഹ് അലൈഹിസ്സലാം പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഷറഅാണത്, അത് വഹിയാണ്. എന്നാൽ അവൻ പറഞ്ഞ സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ, എന്നെ ഈ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്ന മലമുകളിൽ ഞാൻ കയറിക്കൊള്ളാം എന്ന് പറഞ്ഞത് അവൻ്റെ അഖലാണ്. ഇതാണ് നഖൽ. അവൻ നഖലിനെ, ദീനീ പ്രമാണത്തെ, അള്ളാഹുവിൻ്റെ കൽപ്പനയെ സ്വന്തം ബുദ്ധി കൊണ്ട് നേരിടാൻ ശ്രമിച്ചു. എന്ത് സംഭവിച്ചു? വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ, അവൻ മുങ്ങിച്ചത്തു. ഇതുപോലെയാണ് ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ ദീനിനെ, അവൻ്റെ ഷറഇനെ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനയെ സ്വന്തം ബുദ്ധി കൊണ്ടോ മറ്റുള്ള ആരുടെയെങ്കിലും അഭിപ്രായം കൊണ്ടോ നേരിടാൻ ശ്രമിക്കുന്നവൻ മുങ്ങിച്ചാവും. അവൻ ദലാലത്തിൽ, വഴികേടിൽ മുങ്ങിച്ചാകും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ശ്രദ്ധയോടെ പഠിക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്ത് മനസ്സിലാക്കി തരാൻ പറയുകയും ചെയ്യേണ്ട വിഷയമാണ് ഖദറിലുള്ള വിശ്വാസം. അത് ദീനിൻ്റെ ചെറിയ മസാലകൾ പോലുമാകട്ടെ മനസ്സിലാകുന്നില്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് നമ്മൾ ശീലമാക്കേണ്ടതുണ്ട്. ഒരു മസാല മനസ്സിലാകുന്നില്ല ദീനിൽ, എന്ത് ചെയ്യുക? റബ്ബിനോട് ദുആ ചെയ്യുക. അത് നീ പഠിക്കാൻ ശ്രമിക്കുക. അതിലുപരി എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അതാണല്ലോ. അവിടുന്ന് രാത്രി നിസ്കാരത്തിന് നിന്നാൽ പ്രാരംഭ പ്രാർത്ഥനയായി ചൊല്ലാറുണ്ടായിരുന്ന ദുആയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത് നമുക്ക് കാണാം, ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക് ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹുവെ, ജനങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യത്തിൽ എന്നെ നീ ശരിയായ വഴിയിലേക്ക് നയിക്കണമേ. അതുകൊണ്ട് നോക്കൂ, ഖദർ പോലെയുള്ള ഇത്രയും പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പ്രത്യേകിച്ചു അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ എന്ത്? അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ചിലയിടങ്ങളിൽ
ഉസൂലുൽ ഈമാൻ അഥവാ ഈമാൻ കാര്യങ്ങൾ എന്ന് നമ്മൾ പഠിക്കുന്ന 6 കാര്യങ്ങളിൽ 5 മാത്രം എണ്ണി പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും, ഖദർ പറയാതെ. എന്തുകൊണ്ടാണ്? അത് യഥാർത്ഥത്തിൽ അള്ളാഹുലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. റബ്ബിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവൻ്റെ ഖദറിലുള്ള വിശ്വാസം. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക, 3 അടിസ്ഥാന പാഠങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ഈ ഖദറിൻ്റെ വിഷയം അതിൻ്റെ ആകത്തുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ അടിസ്ഥാന പാഠം, അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഖദറിൻ്റെ അള്ളാഹുവിൻ്റെ വിധിയുടെ 4 പടവുകൾ കയറിയതിനു ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. മറാത്തിബുൽ ഖദരി അൽ അർബഅ എന്ന് പറയുന്നതിന് ഖദറിൻ്റെ 4 പടികൾ. ഒന്ന് അള്ളാഹുവിൻ്റെ ഇൽമാണ്, അവൻ്റെ അറിവാണ്. രണ്ടാമത്തേത് കിതാബ, അള്ളാഹുവിൻ്റെ രേഖപ്പെടുത്തലാണ്, അള്ളാഹു എഴുതി വച്ചിട്ടുണ്ട് സകലതും. 3 അൽ മഷീഅ, അള്ളാഹുവിൻ്റെ ഉദ്ദേശമാണ്. 4 ഖൽഖ്, അള്ളാഹുവിൻ്റെ വിധിയാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്, അള്ളാഹു സൃഷ്ടിച്ചു എന്ന കാര്യമാണ്. അള്ളാഹു അറിഞ്ഞിരിക്കുന്നു സകലതും, അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവൻ ഉദ്ദേശിക്കുക, അവൻ സൃഷ്ടിക്കുക. അവൻ ഉദ്ദേശിക്കുക, അവൻ സൃഷ്ടിക്കുക. ആദ്യത്തേത് നോക്കൂ, അള്ളാഹുവിൻ്റെ അറിവാണ്, അള്ളാഹുവിൻ്റെ ഇൽം, അവൻ്റെ അറിവ്. സുബ്ഹാനല്ലാഹ്, റബ്ബിൻ്റെ വിശേഷണങ്ങളിൽ ഏറ്റവും വിശാലമായ വിശേഷണങ്ങളിലൊന്നാണ് എന്ത്? അള്ളാഹുവിൻ്റെ അറിവ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഇൽമും അവൻ്റെ റഹ്മത്തും സകലതിനെയും ഉൾക്കൊള്ളാൻ വിശാലമായതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ മലായികത്തിൻ്റെ ദുആ ആയി സൂറത്ത് ഗാഫിറിൽ നമുക്ക് കാണാം, റബ്ബന വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമൻ ഫഗ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. റബ്ബന വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ, ഞങ്ങളുടെ റബ്ബേ സകലതിനെയും റഹ്മത്തും ഇൽമും കൊണ്ട് വലയം ചെയ്തവനെ. അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അവൻ്റെ ഇൽം, ഇത് സകലയിടത്തും നോക്കൂ സകലതിനെയും ഉൾക്കൊണ്ടിരിക്കും. അള്ളാഹു അറിയാത്ത എന്തുണ്ട്? അതുപോലെ ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാത്ത എന്തുണ്ട്? ഒന്നുമില്ല. സകല സൃഷ്ടികൾക്കും ഈ ലോകത്ത് എന്തു ലഭിച്ചിരിക്കുന്നു? അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചിരിക്കുന്നു. എന്നാൽ നാളെ പരലോകത്ത് അള്ളാഹുവിനനുസരിച്ചവർക്ക് മാത്രമാണ് അവൻ്റെ റഹ്മത്ത് ലഭിക്കുക. അള്ളാഹു സകലതും അറിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞുപോയതെല്ലാം, നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം, വരാനിരിക്കുന്നതെല്ലാം അള്ളാഹു അറിയാത്തതായി യാതൊന്നുമില്ല. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വല ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർദ് വല റത്ബിൻ വല യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, ഗൈബിൻ്റെ താക്കോലുകൾ, അദൃശ്യ വിജ്ഞാനത്തിൻ്റെ താക്കോലുകൾ മുഴുവൻ അള്ളാഹുവിൻ്റെ പക്കലാണ്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു, അവനല്ലാതെ അതറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ളത് മുഴുവൻ അള്ളാഹു അറിയും. അല്ലാഹു അക്ബർ, ആലോചിച്ച് നോക്കൂ. കരയിലും കടലിലുമുള്ളത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഭൂമിയിലെ ഓരോ മൺതരികൾ, അതിൻ്റെ എണ്ണം അള്ളാഹുവിനറിയാം. മഴ വർഷിക്കുന്നു, അതിലെ ഓരോ തുള്ളിയും അതെവിടെ പോയി വീഴുന്നു അള്ളാഹുവിനറിയാം. ഈ സമുദ്രങ്ങളിലെ വെള്ളത്തെക്കുറിച്ച്, അതിലെ നുരകളെക്കുറിച്ച് റബ്ബിനറിയാം. ഇതിൽ രണ്ടിലുമുള്ള കോടാനുകോടി അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ. നോക്കൂ, ആ സൃഷ്ടികളുടെ എണ്ണം എന്നാൽ അതിലെ ഇനങ്ങളുടെ എണ്ണം പോലും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്തതാണ്. സുബ്ഹാനല്ലാഹ്, അതിലെ ഇനങ്ങൾ. ഇപ്പോൾ നോക്കൂ, മനുഷ്യരെന്ന് പറയുന്നത് അവൻ്റെ പടപ്പുകളിൽ ഒരു ഇനമാണ്, ഒരു നൗ ആണ്. ഈ മനുഷ്യരെത്രയുണ്ട്? എന്നാൽ മനുഷ്യനൊരു ഇനമാണ്. അതുപോലെ മൃഗങ്ങളിൽ പല ഇനങ്ങളുണ്ട്, പക്ഷികൾ, ഇനങ്ങൾ പോലും നമുക്ക് സുബ്ഹാനല്ലാഹ് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. എന്നാൽ ആ പടപ്പുകളുടെ എണ്ണം അള്ളാഹുവിനറിയാം, ഓരോ പടപ്പിനെയും അറിയാം. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ, അള്ളാഹു സകലതിൻ്റെയും കണക്കെടുത്തിരിക്കുന്നു, സകലതിനെയും അള്ളാഹു ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. മൊത്തത്തിലുള്ള മുജ്മലായ അറിവാണോ? അതുമാത്രമല്ല, അങ്ങനെയും അറിയാം, സൂക്ഷ്മമായി അറിയാം. ഓരോന്നും നീ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നീ വിചാരിക്കുന്നതിന് മുൻപ് അള്ളാഹുവിനറിയാം.
യഅലമു ഖായിനതൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. കണ്ണുകളുടെ കട്ടുനോട്ടം അള്ളാഹു അറിയുന്നു, നെഞ്ചകങ്ങളിൽ മറച്ചു വെച്ചത് അള്ളാഹു അറിയുന്നു. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ലാ യഅലമുഹാ. ഒരില പോലും വീഴുന്നില്ല അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ഉണങ്ങിയ ഇല ഒരു മരത്തിൽ നിന്ന് ഒരു കാറ്റടിച്ചപ്പോൾ മെല്ലെ ഒഴുകി ഒഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താഴേക്ക് വീഴും. ആരാണത് ശ്രദ്ധിക്കുക? ആലോചിച്ച് നോക്കൂ, ഒരു ഉണങ്ങിയ ഇല താഴേക്ക് വീഴും. ആരാണത് ശ്രദ്ധിക്കുക? ആരാണത് മനസ്സിൽ കൊടുത്തിട്ടുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാ. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, വീഴുന്ന കാര്യമാണ് അള്ളാഹു പറഞ്ഞത്. അത് മുളച്ചു പൊങ്ങുക, ഒരു ഇല മുളച്ചു പൊങ്ങുക, അത് വലുതാവുക, അത് വിടരുക, അതാണോ വലിയൊരു കാര്യം? അതല്ല. വീഴലാണോ വലിയൊരു കാര്യം? നമുക്ക് ആർക്കും അറിയാം, അത് മുളച്ചു വലുതാകലാണ്. ഇത് വളരെ നിസാരമായൊരു കാര്യമാണ്, താഴേക്ക് ഇത് പതിക്കുന്നു എന്നത്. ആ ഏറ്റവും നിസാരമെന്ന് വിചാരിക്കുന്ന കാര്യം പോലും അള്ളാഹുവിനറിയാം. അത് ഏറ്റവും സൂക്ഷ്മമായി അവൻ ഉദ്ദേശിച്ചത് പ്രകാരമാണത് നടക്കുന്നത്. മാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർദ്. ഭൂമിയുടെ ഇരുട്ടുകളിലുള്ള ഒരു ഹബ്ബ, ഒരു ധാന്യമണിയോ ഒരു വിത്തോ ഉണ്ടോ? അള്ളാഹുവിനറിയാം, അതേക്കുറിച്ചറിയാം. അതുപോലെ വല റത്തുബിൻ വല യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. വല റത്തുബിൻ പച്ചയോ, വല യാബിസ് ഉണങ്ങിയതോ ആയത്, ജീവനുള്ളതോ ജീവനില്ലാത്തതോ. ജീവനുള്ളതിനെ പച്ചയെന്ന് വിശേഷിപ്പിക്കാറുണ്ട്, ജീവനില്ലാത്തതിനെയോ യാബിസ് ഉണങ്ങിയത് എന്ന് പറയാറുണ്ട്. ഏതാകട്ടെ ഇല്ലാ ഫി കിതാബിൻ മുബീൻ, അതെല്ലാം വ്യക്തമായൊരു കിതാബിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹു അക്ബർ. അള്ളാഹുവിൻ്റെ അറിവെന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരാൾ ചിന്തിച്ചാൽ ഏറ്റവും ഭയപ്പെടേണ്ട, ഒരാളുടെ ഹൃദയം നടുങ്ങേണ്ട അള്ളാഹുവിൻ്റെ സിഫത്താണ് എന്ത്? അവൻ്റെ അറിവെന്ന് പറയുന്നത്. അവനൊന്നും അറിയാതെ പോകുന്നില്ല, അവനെല്ലാം അറിഞ്ഞിരിക്കുന്നു. എത്രത്തോളം സംഭവിക്കാത്തൊരു കാര്യം, സംഭവിക്കുകയില്ല കാര്യം, പക്ഷെ അതെങ്ങാനും സംഭവിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയാണത് സംഭവിക്കുക? അതും അള്ളാഹുവിനറിയാം. അപ്പോൾ നിങ്ങൾ നടക്കാത്തൊരു കാര്യമാണ്, പക്ഷെ അതെങ്ങാനും നടന്നിരുന്നുവെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാവുക? അള്ളാഹുവിനറിയാം. നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ലൗ കാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. ആകാശങ്ങളിലോ ഭൂമിയിലോ അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹു ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസദതാ, ആകാശങ്ങളും ഭൂമിയുമെല്ലാം നശിച്ചു പോയേനെ. അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹു ഉണ്ടാവുക എന്ന കാര്യം അത് അംഹലുൽ മുഹാൽ, അത് അസംഭവങ്ങളിൽ അസംഭവമാണ്, ഒരിക്കലും നടക്കുകയില്ല. പക്ഷെ അള്ളാഹു പറയുകയാണ്, ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിൻ്റെ അറിവാണത്. മുനാഫിക്കുകളെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അവർ യുദ്ധത്തിന് പോകാതെ പിന്തി നിന്നതിനെക്കുറിച്ച്, മാറി നിന്നതിനെക്കുറിച്ച് പറഞ്ഞു. അള്ളാഹു അവരെ അവിടെ നിർത്തിയതാണ്. കാരണം അവർ വന്നാൽ നിങ്ങൾക്ക് ഉപദ്രവമാണ് ഉണ്ടാവുക. എന്നിട്ട് റബ്ബ് പറഞ്ഞു, ലൗ ഖറജൂ ഫീക്കും മാ സാദൂക്കും ഇല്ലാ ഖബാല വലഔദഉ ഖിലാലക്കുമുൽ ഫിത്ന വലഔദഉ ഖിലാലക്കും യബ്ഗൂനക്കുമുൽ ഫിത്ന വഫീക്കും സമ്മഊന ലഹും വല്ലാഹു ആലിമുൻ ബിദ്ദാലിമീൻ. അവർ നിങ്ങളുടെ കൂടെ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവമേ ഉണ്ടാക്കുമായിരുന്നുള്ളൂ. അവർ ചെന്നിട്ടില്ല. പക്ഷെ വന്നാൽ എന്ത് സംഭവിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ അറിവ്. അവൻ സകലതും നേരത്തെ അറിഞ്ഞിരിക്കുന്നു. നേരത്തെ റബ്ബ് അറിഞ്ഞിരിക്കുന്നു. അവൻ ഒരു കാര്യവും നേരത്തെ അറിയാതിരുന്ന് പിന്നെ അവൻ അറിഞ്ഞതല്ല, മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല സകലതും നേരത്തെ അറിഞ്ഞിരിക്കുന്നു. അതുപോലെ അവൻ എല്ലാം സൂക്ഷ്മമായി മനസ്സിലാക്കിയിരിക്കുന്നു. നേരത്തെ അറിഞ്ഞിരിക്കും. സകലതും അള്ളാഹുവിന് നേരത്തെ അറിയാം. ഓരോരുത്തരുടെ കാര്യവും, എല്ലാവരുടെ കാര്യവും അള്ളാഹുവിന് നേരത്തെ അറിയാം. ഇത് നോക്കൂ, അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ മർത്തബകളിൽ ഒന്നാമത്തെ മർത്തബയാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം, അള്ളാഹുവിൻ്റെ ഖദറിനെ ആരെങ്കിലും നിഷേധിച്ചാൽ നീ എന്ത് ചെയ്യുക? അവനെ നീ അള്ളാഹുവിൻ്റെ ഇൽമിനെ കുറിച്ച് പറഞ്ഞ് അവനെ തോൽപ്പിക്കുക. കാരണം അത് നിഷേധിച്ചാൽ അവൻ കാഫറാവും, അംഗീകരിച്ചാൽ അവന് ഖദർ അംഗീകരിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ ഖദറിനെ നിഷേധിക്കുന്നതല്ല, അള്ളാഹു നേരത്തെ തീരുമാനിച്ചതല്ല എന്നൊരുവൻ പറഞ്ഞാൽ നീ അവനോട് ചോദിക്കുക, ശരി, ഈ സംഭവങ്ങളൊക്കെ അത് സംഭവിച്ചതിന് ശേഷമാണോ അള്ളാഹു അറിയുന്നത്? അതിനു മുമ്പ് റബ്ബ് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലോ കാഫറായി പോയിരിക്കുന്നു. അറിയുമെന്ന് സമ്മതിച്ചാലോ അവൻ ബാക്കിയുള്ള ഖദറിൻ്റെ ബാക്കി കാര്യങ്ങൾ അവൻ സമ്മതിക്കേണ്ടി വരും. നോക്കൂ, രണ്ടാമത്തെ ഖദറിൻ്റെ മർത്തബ കിതാബ എന്നതാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല സകലതും
രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എല്ലാം അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാഇ വൽ അർദ് ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. ശ്രദ്ധിക്കുക, ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ 70-ാമത്തെ ഈ ആയത്തിൽ ഖദറിൻ്റെ 2 മർത്തബകളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ 2 മർത്തബകൾ, ഒന്ന് ഇൽമ്, രണ്ടാമത്തേത് കിതാബ്, അള്ളാഹു രേഖപ്പെടുത്തിയെന്ന്. നോക്കൂ ആയത്തിൽ എങ്ങനെയാണ്, അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാഇ വൽ അർദ്. നീ അറിഞ്ഞില്ലേ അള്ളാഹു ആകാശത്തും ഭൂമിയിലുമുള്ള സകലതും അറിയുന്നുവെന്ന്? അള്ളാഹു അറിയുന്നുവെന്ന് നീ മനസ്സിലാക്കിയില്ലേ? ഇപ്പോൾ ഇൽമിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറയുക, ഇന്ന ദാലിക ഫീ കിതാബ്, അതെല്ലാം ഒരു കിതാബിലുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിന് അതെല്ലാം എളുപ്പമാണ്. ഇതെല്ലാം അറിയുക എന്നതോ രേഖപ്പെടുത്തുക എന്നതോ അള്ളാഹുവിനൊരു പ്രയാസവുമില്ല. അവൻ സകലതും ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ലൗഹുൽ മഹ്ഫൂദ്, ലൗഹ് എന്നാൽ ഒരു ഫലകം എന്നാണ് അതിൻ്റെ അർത്ഥം. മഹ്ഫൂദ് എന്നാൽ സംരക്ഷിക്കപ്പെട്ടത്, സൂക്ഷിക്കപ്പെട്ടത്. അതിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഖലമുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഖലമുകൊണ്ട് അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. സകലതും അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, അഥവാ അന്ത്യനാൾ വരെയുള്ള സകലതും. അങ്ങനെയാണ് ഹദീസിൽ വന്നത്, അങ്ങനെ തന്നെ വിശ്വസിക്കുക. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹ് ബിൻ അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, കതബല്ലാഹു മഖാദീറൽ ഖൽഖി ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ ബിഖംസീന അൽഫ സന വഅർശുഹു അലൽ മാ. അല്ലാഹു പടപ്പുകളുടെ മുഴുവൻ വിധിയും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ആകാശഭൂമികൾ പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ്. വഅർശുഹു അലൽ മാ, അള്ളാഹുവിൻ്റെ സിംഹാസനം അത് മാഇന്, വെള്ളത്തിന് മുകളിലാണ്, അഥവാ ആകാശലോകത്തെ മാഇന് മുകളിലാണ്. നോക്കൂ, അള്ളാഹു ആകാശഭൂമികളെ പടക്കുന്നത് 50,000 വർഷങ്ങൾക്ക് മുൻപ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇതാ ഞാൻ ഈ സംസാരിക്കുന്ന ഓരോ വാക്കും, നിങ്ങൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഇരുത്തവും, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയതോ നടന്നുകൊണ്ടിരിക്കുന്നതോ വരാനിരിക്കുന്നതോ ആയ സകല കാര്യങ്ങളും ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ഒരു ഹർഫ് പോലും മാറുകയില്ല. ലൗഹുൽ മഹ്ഫൂദിൽ ഒന്നും മാറുകയില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത് വഇൻദഹു ഉമ്മുൽ കിതാബ്. യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് മായ്ക്കുകയും അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. വഇൻദഹു ഉമ്മുൽ കിതാബ്, അവൻ്റെ പക്കലാണ് ഉമ്മുൽ കിതാബ് ഉള്ളത്. ഉമ്മുൽ കിതാബിലുള്ളത് മാറുകയില്ല. എന്നാൽ അതിനപ്പുറം മലായിക്കത്തിൻ്റെ കയ്യിൽ രേഖയുണ്ട്. അതുപോലെ വർഷാവർഷം വേറെ രേഖപ്പെടുത്തലുണ്ട്. അതാണ് ലൈലത്തുൽ ഖദ്റിൽ രേഖപ്പെടുത്തുക. ഒരു വർഷത്തെ വിധി നിർണയം രേഖപ്പെടുത്തപ്പെടും. അങ്ങനെയുള്ള ചില ഏടുകളിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ ഉദ്ദേശിക്കുന്നത് പ്രകാരം മാറ്റങ്ങൾ വരുത്താം. പക്ഷേ ലൗഹുൽ മഹ്ഫൂദിലുള്ളത് ഒന്നും തന്നെ മാറുകയില്ല. അത് അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ പക്കൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനപ്പുറത്ത് ഒന്നും സംഭവിക്കുകയില്ല. ഇതാണ് ഖദറിൻ്റെ 2ാമത്തെ മർത്തബ. അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ അള്ളാഹു ആദ്യം കലമിനെ സൃഷ്ടിച്ചു. എന്നിട്ട് കലമിനോട് ആദ്യം സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു കലമിനോട് പറഞ്ഞു സകലതും രേഖപ്പെടുത്തുക. അങ്ങനെ അന്ത്യനാൾ വരെയുള്ളതെല്ലാം കലം രേഖപ്പെടുത്തുകയുണ്ടായി. അള്ളാഹു കലമിനെയാണോ ആദ്യം സൃഷ്ടിച്ചതല്ല അള്ളാഹുവിൻ്റെ അർശിനെയാണോ ആദ്യം സൃഷ്ടിച്ചത് എന്നത് ഒരു മസ്അലയാണ്. അല്ലാഹു അലം. കൂടുതൽ സഹീഹ് അള്ളാഹു അർശിനെയാണ് ആദ്യം സൃഷ്ടിച്ചത് എന്നതാണ്. അല്ലാഹു തആല അലം. അർശിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം സൃഷ്ടിച്ചത്. മൂന്നാമത്തേത് ഖദറിൻ്റെ 3ാമത്തെ മർത്തബ അള്ളാഹുവിൻ്റെ മശീഅ, അള്ളാഹുവിൻ്റെ ഉദ്ദേശമാണ്. അവൻ്റെ ഉദ്ദേശം. നോക്കൂ, ഇതാണ് സകല കാര്യങ്ങളും നടക്കണോ വേണ്ടയോ എന്നത് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ സംഭവിക്കുള്ളൂ. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ലേ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഒരു വഴി അത് സംഭവിച്ച് കണ്ടാലാണ്. ഒരു കാര്യം സംഭവിച്ചു, നമുക്ക് ഉറപ്പിക്കാമെന്നത് അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ അത് സംഭവിക്കുകയില്ല. 2ാമത്തെ വഴി എന്താണ്? 2ാമത്തെ വഴി വഹിയാണ്. വഹി പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഇന്നത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടുണ്ട്.
റബ്ബ് സുബ്ഹാനഹു വ തആല അത് ഉദ്ദേശിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് മസീഹുദ് ദജ്ജാൽ പുറപ്പെട്ടു വരും. ഈസ അലൈഹിസ്സലാം വീണ്ടും വരും. മസീഹുദ് ദജ്ജാലിൻ്റെ പുറപ്പാടും ഈസ അലൈഹിസ്സലാമിൻ്റെ പുനരാഗമനവും സംഭവിക്കും. അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടുണ്ട്. നമുക്ക് ഉറപ്പിച്ച് പറയാം. എന്തുകൊണ്ടാണത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇത് ആണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നടക്കാൻ കാരണമാകുന്നത് അള്ളാഹുവിൻ്റെ മശീഅത്താണ്, അവൻ്റെ ഉദ്ദേശമാണ്. അവൻ ഉദ്ദേശിച്ചത് നടക്കും, അവൻ ഉദ്ദേശിക്കാത്തത് നടക്കുകയില്ല. അതുകൊണ്ടാണ് സഹാബത്തിൽ ചിലർ അവരുടെ മരണസമയത്ത് മക്കളെ വിളിച്ചു പറഞ്ഞത് കാണാം, മോനെ, നീ ഈമാനിൻ്റെ രുചി അനുഭവിക്കാൻ നിനക്ക് സാധ്യമല്ല. ഇത് ഇക്കാര്യം നീ മനസ്സിലാക്കാത്തിടത്തോളം അന്നമ അസാബക ലം യകുൻ ലിയുഖ്തിഅക വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക. നിനക്ക് കിട്ടിയത് അല്ലെങ്കിൽ നിന്നെ ബാധിച്ചത് അതൊരിക്കലും നിനക്ക് കിട്ടാതെ പോകേണ്ടതായിരുന്നില്ല, നിന്നെ ബാധിക്കാതെ പോകേണ്ടതായിരുന്നില്ല. അതുപോലെ നിനക്ക് കിട്ടാതെ പോയത് അല്ലെങ്കിൽ നിന്നെ തട്ടാതെ പോയത് അതൊരിക്കലും നിനക്ക് കിട്ടേണ്ടതായിരുന്നില്ല. ഇത് വിശ്വസിക്കാത്തിടത്തോളം ഈമാനിൻ്റെ രുചി നിനക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതേ ഞാൻ കേട്ടിട്ടുണ്ട് ഇക്കാര്യം. അപ്പോൾ നോക്കൂ, അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ നടക്കൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഹ്റിസ് അലാ മാ യൻഫഉക വസ്തഈൻ ബില്ലാഹി വലാ തഅജിസ്. നീ നിനക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ അതീവ താല്പര്യം കാണിക്കുക, അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുക, അള്ളാഹുവിനോട് സഹായം തേടുക. നീ കഴിവുകേട് കാണിക്കരുത്, കഴിവ് കെട്ടവനാകരുത്. അതേസമയം നിനക്ക് എന്തെങ്കിലും കാര്യം സംഭവിച്ചു, നീ ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ നീ താല്പര്യപ്പെടാത്തതോ നടന്നു, നീ പറയരുത് ഞാൻ അങ്ങനെ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന്. അള്ളാഹുവിൻ്റെ വിധിയെ പഴിക്കുന്ന രൂപത്തിൽ നീ പറയരുത്. വലാകിൻ ഖുൽ, മറിച്ച് നീ പറയുക, ഖദറുല്ലാഹ് വമാ ശാഅ ഫഅൽ. അള്ളാഹുവിൻ്റെ വിധിയാണ്, അവൻ ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിക്കും. അല്ലെങ്കിൽ ഖദ്ദറല്ലാഹ് വമാ ശാഅ ഫഅൽ, അള്ളാഹു വിധിച്ചതാണ്, അവൻ ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിക്കും. നോക്കൂ, അള്ളാഹുവിൻ്റെ മശീഅ, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഒന്നും സംഭവിക്കില്ല. അള്ളാഹു ഉദ്ദേശിച്ച് നടക്കും, അള്ളാഹു ഉദ്ദേശിക്കാത്ത നടക്കുകയില്ല. നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, വലൗ ശാഅ അല്ലാഹു ലജമഅഹും അലൽ ഹുദ ഫലാ തകൂനന്ന മിനൽ ജാഹിലീൻ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ എല്ലാം അള്ളാഹു ഹിദായത്തിൽ ഒരുമിച്ച് ചേർത്തേനെ, എല്ലാവരെയും അള്ളാഹു ഹിദായത്തിലാക്കിയേനെ. അതുകൊണ്ട് നീ ജാഹിലുകളിൽ അകപ്പെട്ടു പോകരുത്. അള്ളാഹുവിനെ പരാജയപ്പെടുത്താനോ അവൻ്റെ ഉദ്ദേശത്തെ മാറ്റിമറിക്കാനോ ഒരു പടപ്പിനും സാധിക്കുകയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നാൽ, അള്ളാഹു ചില സമയത്ത് അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ ചിലപ്പോൾ അവൻ ഇഷ്ടപ്പെടാത്തതും സംഭവിക്കണമെന്ന് ഉദ്ദേശിക്കും. പാഠം വളരെ ശരിക്കും മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ മശീഅത്ത് എന്നാൽ അവൻ ഇഷ്ടപ്പെടാത്തതും നടക്കണമെന്ന് അവൻ ഉദ്ദേശിക്കും. പക്ഷേ അതവൻ ഉദ്ദേശിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യത്തിന് വേണ്ടിയായിരിക്കും. ഒരു ഹിക്മത്ത് അതിൻ്റെ പിന്നിലുണ്ടാകും. ഇപ്പോൾ നോക്കൂ, ഈ നാട്ടിൽ അള്ളാഹുവിൻ്റെ പടപ്പുകൾക്കിടയിൽ അള്ളാഹു ഏറ്റവും വെറുക്കുന്ന തിന്മയുണ്ട്, ഷിർക്കുണ്ട്. ഷിർക്ക് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത തിന്മ, അള്ളാഹു ഏറ്റവും വെറുക്കുന്ന തിന്മ കുഫറുണ്ട്. അതിന് ശേഷമുള്ള വൻ പാപ കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളും മദ്യപാനവും ഇതൊക്കെ നടക്കുന്നുണ്ട്. എന്താ മുഅ്മിനിൻ്റെ വിശ്വാസം? ഞാൻ നേരത്തെ പറഞ്ഞ ഖദറിൻ്റെ പടികൾ നിങ്ങൾ പറഞ്ഞു നോക്കൂ. അള്ളാഹു ഇതെല്ലാം നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, പിന്നെയോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് നടക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് നടക്കുന്നത്. അല്ലാതെ അള്ളാഹു ഉദ്ദേശിക്കാത്തത് അവൻ്റെ പ്രപഞ്ചത്തിൽ അവൻ്റെ മുൽക്കിൽ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹു ഉദ്ദേശിക്കാത്ത അവൻ്റെ മുൽക്കിൽ നടക്കുമെന്ന്? പണ്ട് കാലത്ത് വിധിയെ നിഷേധിക്കുന്ന, ഖദറിനെ നിഷേധിക്കുന്ന ഒരു ഖദരി അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരു പണ്ഡിതനെ അദ്ദേഹത്തെ കൊച്ചാകാൻ വേണ്ടി അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് പറഞ്ഞു, ഇങ്ങനെ കമൻറ്റ് പറയുന്ന രൂപത്തിൽ പറഞ്ഞു, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, വൃത്തികേടുകളും അതുപോലെ മാസിയത്തുകളും അതൊന്നും നടക്കാൻ ഉദ്ദേശിക്കാത്ത അള്ളാഹു എത്ര പരിശുദ്ധനാണെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം മറുപടി പറഞ്ഞു, തൻ്റെ മുൽക്കിൽ താൻ ഉദ്ദേശിച്ചതല്ലാതെ മറ്റൊന്നും നടക്കാത്ത
അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അവൻ പറയുന്നതിൻ്റെ മറുവശം എന്താണ്? ഈ കാണുന്നതൊക്കെ, ഈ തിന്മകളൊക്കെ അള്ളാഹു ഉദ്ദേശിക്കാത്തതാണ്. സുബ്ഹാനല്ലാഹ്. ശരി, ഇമാം ഷാഫിഈ പറഞ്ഞ ചോദ്യം അവനോട് ചോദിക്കാം, അപ്പോൾ ഇതൊക്കെ നടന്നതിന് ശേഷമാണ് അള്ളാഹു അറിഞ്ഞത്? എന്തുവാ മറുപടി പറയും? അതെ, അള്ളാഹു അറിയാതെയാണ് നടന്നതെന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന വാക്കാണത്. ആണെന്ന് പറഞ്ഞാൽ ഖദറിൻ്റെ ബാക്കി കൂടി സമ്മതിക്കേണ്ടി വരും. ശ്രദ്ധിക്കുക, അള്ളാഹു അവൻ ഇഷ്ടപ്പെടാത്തതും സംഭവിക്കാൻ ഉദ്ദേശിക്കും. പക്ഷേ മറന്നുപോകാൻ പാടില്ലാത്തൊരു കാര്യം, ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യം, അള്ളാഹു ഏതൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടോ അതിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട്, അവൻ്റെ മഹായുക്തിയുണ്ട്. ഈ ഹിക്മത്തിനെ നിഷേധിച്ച പല പിഴച്ച കക്ഷികളുമുണ്ട്. പല പിഴച്ച കക്ഷികളും അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ നിഷേധിക്കുന്നവരാണ്. ധാരാളം പിഴച്ച കക്ഷികൾ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ പലർക്കും ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ് അവർ വഴിതെറ്റിപ്പോയത്. ഈ ഹിക്മത്ത് എന്താണ് എന്ന് അള്ളാഹു ചിലപ്പോൾ നമുക്ക് അറിയിച്ചു തരും, ചിലപ്പോൾ നമുക്ക് അറിയിച്ചു തരികയില്ല. തിന്മകൾ അള്ളാഹു ഈ ലോകത്ത് നിശ്ചയിച്ചിരിക്കുന്നു. അതിനു പിന്നിൽ അള്ളാഹുവിന് ധാരാളം ഹിക്മത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് അവസാനം പറയാം. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, അതിൽപ്പെട്ടതാണ് തിന്മ ഉണ്ടെങ്കിലാണ് നന്മയുടെ വില ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തിൻ്റെ വില മനസ്സിലാവുള്ളൂ. അതുപോലെ നോക്കൂ, റബ്ബ് അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അവൻ കരുണ ചൊരിയുന്നവനാണ്. അള്ളാഹു ഗഫൂറാണ്, തിന്മ പൊറുക്കുന്നവനാണ്. ഈ പേര് പടപ്പുകൾ പടച്ചിട്ടാണോ അള്ളാഹുവിന് ലഭിച്ചത്? ആണോ? അല്ല. സുബ്ഹാനല്ലാഹ്, അവൻ ഗഫൂറാണ്. അവൻ മുമ്പേ ഗഫൂറാണ്, അവൻ ആദ്യമേ ഗഫൂറാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ആ പേരിൻ്റെ താല്പര്യം എന്താണ്? അതിൻ്റെ അനിവാര്യമായ ഘടകം എന്താണ്? തിന്മകൾ സംഭവിക്കണം, അപ്പോഴാണ് എന്ത് ചെയ്യുക? അവൻ പുറത്തു കൊടുക്കുക. അപ്പം അതിൻ്റെ താല്പര്യമാണ് ഇത് നടക്കണമെന്നത്. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൻ്റെ അർത്ഥം അതാണ്. ഒരു ഹദീസ് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. ലൗലം തുദ്നിബു, നിങ്ങൾ തിന്മകൾ ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? തിന്മ ചെയ്യുന്ന നിങ്ങളുടെ നീക്കുകളെയും, എന്നിട്ട് തിന്മ ചെയ്യുന്ന ഒരു ഖൗമിനെ അള്ളാഹു കൊണ്ടുവരും, എന്നിട്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. ഹദീസ് പലരും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തിന്മ ചെയ്യാനുള്ള പ്രോത്സാഹനമാണോ? ഒരിക്കലുമല്ല. തൗബ ചെയ്യാനുള്ള പ്രോത്സാഹനമാണ്, ഇസ്തിഗ്ഫാർ നടത്താനുള്ള പ്രോത്സാഹനമാണ്. മാത്രമല്ല അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ പുറത്തു കൊടുക്കുന്നവനാണ്. ആർക്കാണ് അവൻ പുറത്തു കൊടുക്കുക? പാപികൾക്കാണ്. അതുപോലെ നോക്കൂ, അള്ളാഹു അവൻ ശിക്ഷിക്കുന്നവനാണ്, ശദീദുൽ ഇഖാബാണ് അവൻ. അവൻ്റെ ഇസ്സത്ത് അത് പരിപൂർണമാകുന്നത് എപ്പോഴാണ്? അവൻ്റെ എതിരാളികൾ, അവൻ്റെ ശത്രുക്കൾ, അവനോട് അനുസരണക്കേട് കാണിച്ചവരെ ശിക്ഷിക്കുമ്പോഴാണ്. നോക്കൂ, ഒരു നാട്ടിലെ ഭരണാധികാരി, ആളുടെ ഇസ്സത്ത് എപ്പോഴാണ് അത് ശരിക്ക് ആളുകൾക്ക് വെളിയാവുക? ആളുകൾക്കൊക്കെ നന്മ ചെയ്തു കൊടുത്താൽ മാത്രമാണോ? അല്ല, തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതിലാണ് അയാളുടെ ഇസ്സത്തുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല വലഹുൽ മസലുൽ അഅല, ഏറ്റവും നല്ല വിശേഷണങ്ങൾ റബ്ബിനുള്ളതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ശത്രുക്കളെ, തിന്മയുടെ ആളുകളെ ശിക്ഷിക്കും. അതുപോലെ നോക്കൂ, പാപങ്ങൾ കൊണ്ട്, മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ കൊണ്ട് മുഅ്മിനീങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിന് അള്ളാഹു അവർക്ക് വലിയ പ്രതിഫലം നൽകും. ഇങ്ങനെ ധാരാളം ഹിക്മത്തുകൾ അള്ളാഹു തിന്മകൾ നിശ്ചയിച്ചതിന് പിന്നിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക, അത് അള്ളാഹുവിൻ്റെ ഖദറാണ്. നമ്മോട് അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് എന്താണ്? അവൻ്റെ ശറഅാണ്, അവൻ്റെ ദീൻ പാലിക്കാനാണ് അള്ളാഹു നമ്മോട് പറഞ്ഞത്. ഒരു വീട്ടിന് തീ പിടിച്ചു, നസല്ലല്ലാഹു അൽ-അഫ്വ വൽ ആഫിയ, തീ പിടിച്ചു, അള്ളാഹുവിൻ്റെ ഖദറാണത്. ശരി, അവിടെ ശറഅ എന്താണ്? നീ അവിടെ നിന്ന് രക്ഷപ്പെടണം, അവിടെ നിന്ന് നിൽക്കാൻ പാടില്ല. രക്ഷപ്പെടാൻ സാധിക്കുമോ? നീ അവിടെ നിന്ന് രക്ഷപ്പെടണം. നീ അങ്ങനെ രക്ഷപ്പെട്ടു വന്നാൽ നീ ഒരിക്കലും അള്ളാഹുവിൻ്റെ ഖദറിനെ എതിര് പ്രവർത്തിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ച് തന്നെയാണ് നീ രക്ഷപ്പെട്ടതും. അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ച് തന്നെയാണ് നീ രക്ഷപ്പെട്ടതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ചിലർ പിൽക്കാലത്ത്, ഉമറിൻ്റെ കാലത്ത്, അവർ ഷാമിലേക്ക് യാത്ര പോവുകയാണ്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. ഷാമിലേക്ക് യാത്ര പോകുന്ന സന്ദർഭത്തിലാണ് അറിയുന്നത്, യാത്രക്കിടയിൽ വഴിമധ്യത്തിലാണ് അവരറിയുന്നത്, ഷാമിൽ താഊൻ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്, പ്ലേഗ് രോഗം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. സഹാബാക്കൾക്കിടയിൽ രണ്ടഭിപ്രായമായി, നമ്മൾ അങ്ങോട്ടേക്ക് പോകണോ അല്ല തിരിച്ചു പോകണോ? ചിലർ പറഞ്ഞു അങ്ങനെ പേടിച്ച് ഓടരുത്, നമ്മൾ ഷാമിലേക്ക് തീരുമാനിച്ചാണല്ലോ അങ്ങോട്ട് പോവുക. ചിലർ പറഞ്ഞു അല്ല തിരിച്ചു പോകാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഹാജിറുകളോട് ചോദിച്ചു,
അൻസാറുകളോട് കൂടി ആലോചിച്ചു, ആരോട് കൂടി ആലോചിച്ചപ്പോൾ അവരിലൊക്കെ രണ്ട് അഭിപ്രായമുണ്ട്. ഒടുവിൽ ഉമർ തീരുമാനിച്ചു തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. ഉമർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അതേക്കുറിച്ചുള്ള ഹദീസ് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചു പോകാമെന്ന്. അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ശ്രേഷ്ഠനായ സഹാബിയാണ്. അദ്ദേഹം ഉമറിനോട് ചോദിച്ചു, അനഫിറു മിൻ ഖദറില്ലാഹ്, അള്ളാഹുവിൻ്റെ ഖദറിൽ നിന്ന് നമ്മൾ ഒളിച്ചോടി പോവുകയാണോ? അപ്പോൾ ഉമർ പറഞ്ഞു, വഗൈറുക ഖാല യാ അബാ ഉബൈദ, അബൂ ഉബൈദ, നിങ്ങളല്ലാത്ത വേറൊരാൾ ഇത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിത് പറയരുതായിരുന്നു. നഫിറു മിൻ ഖദറില്ലാഹ് ഇലാ ഖദറില്ലാഹ്, അതെ, അള്ളാഹുവിൻ്റെ ഖദറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടോടുകയാണ്. എവിടേക്ക്? ഇലാ ഖദറില്ലാഹ്, അള്ളാഹുവിൻ്റെ വിധിയിലേക്ക് തന്നെ. അതും അള്ളാഹു വിധിച്ചതാണ്. അപ്പോഴാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വരുന്നത്. അദ്ദേഹം മറ്റൊരാവശ്യത്തിന് അവിടെ നിന്ന് മാറിപ്പോയതായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? ഒരു നാട്ടിൽ താഊനുണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലരുത്. എന്നാൽ അത് നിങ്ങൾ നിൽക്കുന്ന നാട്ടിൽ പൊട്ടിപ്പുറപ്പെട്ടാൽ അതിനെ പേടിച്ച് പുറത്തു പോകരുത്. ഇത് കേട്ടപ്പോൾ ഉമറിന് സന്തോഷമായി. കാരണം ഉമർ റളിയല്ലാഹു അൻഹു എടുത്ത തീരുമാനം, ഉമറിൻ്റെ ഇജ്തിഹാദിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനം അള്ളാഹുവിൻ്റെ വിധിയോട് യോജിച്ചു വന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനോട് യോജിച്ചു വന്നു. അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ശറഅ എന്താണോ അതാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ഖദറിൽ നിന്ന് പുറത്തിടന്നിട്ടുണ്ടോ? വിധിയിൽ നിന്ന് പുറത്തിടന്നിട്ടുണ്ടോ? ഇല്ല, അള്ളാഹുവിൻ്റെ ഖദറിൽ തന്നെയാണ് നമ്മളുള്ളത്. പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ മശീഅത്തിൽ അവൻ ഇഷ്ടപ്പെടാത്തതും അവൻ ഉദ്ദേശിക്കും, പക്ഷേ അതവൻ ഇഷ്ടപ്പെടുന്ന വലിയൊരു കാര്യത്തിലേക്ക് നയിക്കും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം മദാരിജു സാലിക്കീൻ എന്ന അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ ഗ്രന്ഥത്തിൽ പറഞ്ഞു, ചില കാര്യങ്ങൾ നോക്കൂ, അത് അക്കാര്യം നല്ലതായിരിക്കും, അത് നല്ലതിലേക്ക് നയിക്കുകയും ചെയ്യും. ചില കാര്യം നല്ലതായിരിക്കും, അത് മോശമായതിലേക്ക് നയിക്കും. ചില കാര്യം മോശമായിരിക്കും, അത് മോശമായതിലേക്ക് നയിക്കും. ചില കാര്യം മോശമായിരിക്കും, അത് നല്ലതിലേക്ക് നയിക്കും. ഈ 4 രൂപത്തിലാണ് കാര്യങ്ങളുള്ളൂ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ചില കാര്യം നല്ലതായിരിക്കും, നന്മയിലേക്ക് നയിക്കും. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ്റെ വിധിയിൽ അങ്ങനെയുള്ള കാര്യം ഉണ്ടാവും. നല്ലത് നന്മയിലേക്ക് നയിക്കും, അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ വിധി ഉണ്ടാകും. അതുപോലെ മോശമായ കാര്യം പക്ഷെ അത് നന്മയിലേക്ക് നയിക്കും, അതും അള്ളാഹു ഉദ്ദേശിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളും ഉദ്ദേശിക്കും. ഇനിയോ നല്ല കാര്യം മോശമായതിലേക്ക് നയിക്കുക, മോശം കാര്യം മോശമായതിലേക്ക് നയിക്കുക, ഇത് രണ്ടും അള്ളാഹുവിൻ്റെ വിധിയിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. അഥവാ അള്ളാഹു റബ്ബുൽ ആലമീൻ എന്ത് ചെയ്യുകയില്ല? മോശമായതിലേക്ക് എത്തിപ്പെടുന്ന ഒന്നും അള്ളാഹു റബ്ബുൽ ആലമീൻ വിധിക്കുകയില്ല. മനസ്സിലായില്ലേ? അഥവാ ഏത് കാര്യമുണ്ടോ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ അതിൻ്റെ പിന്നിൽ അവൻ്റെ ഹിക്മത്തുണ്ട്. ആ ഹിക്മത്ത് എന്താണ്? യഥാർത്ഥത്തിൽ ഖൈറാൻ. അത് ഖൈറാൻ. അവൻ്റെ പടപ്പുകളിൽ ഏറ്റവും വൃത്തികെട്ടവനാണ് ഇബ്ലീസ്. പക്ഷെ അവനെ പടച്ചതിന് പിന്നിലും അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട്, നന്മകളുണ്ട്. അള്ളാഹു അവനെ പടച്ചതിൻ്റെ പിന്നിൽ, അവനിലല്ല നന്മ, പിന്നെ അള്ളാഹുവിൻ്റെ വിധിയിലാണ് നന്മ. അള്ളാഹു അവനെ കൊണ്ട് പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. നമുക്കുള്ള പരീക്ഷണം അള്ളാഹു അതിലൂടെ നിശ്ചയിച്ചിരിക്കുന്നു. അവനുമായുള്ള പോരാട്ടത്തിൽ വിജയിക്കുക എന്നത് നമുക്കുള്ള പരീക്ഷണമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഞാനത് സംശയമുള്ള ഭാഗങ്ങൾ ഇൻഷാ അള്ളാഹ് അവസാനം വിശദമായി പറയാം. ഖദറിൻ്റെ മർത്തബകളിൽ 4-മത്തേത് നമ്മൾ പറഞ്ഞു, ഖൽഖാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്. അള്ളാഹുവാണ് സകലതും സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ. അള്ളാഹു സകലതിനെയും സൃഷ്ടിച്ചിരിക്കുന്നു, സകലതിൻ്റെയും കാര്യം ഏറ്റെടുത്തവനവനാണ്. അള്ളാഹു അല്ലാത്തവരെല്ലാം പടപ്പുകളാണ്. ആളുകളും അവരുടെ വിശേഷണങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ പടപ്പുകളാണ് അള്ളാഹു അല്ലാത്തവരെല്ലാം. അത് പടപ്പുകൾ, അവരുടെ ശരീരവും ആ ആളെന്ന നിലക്ക് ആ വ്യക്തിയാകട്ടെ, അതുപോലെ അവരുടെ വിശേഷണങ്ങളും ആര് പഠിച്ചതാണ്? അള്ളാഹു. അവരുടെ പ്രവർത്തനങ്ങളും ആര് പഠിച്ചതാണ്? അള്ളാഹു പഠിച്ചതാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. അള്ളാഹു നിങ്ങളെ പഠിച്ചിരിക്കുന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും പഠിച്ചിരിക്കുന്നു. ശരി, ഇതാണ് ഒന്നാമത്തെ അസാസ്. ഈ 4 കാര്യങ്ങൾ, ഈ ഖദറിൻ്റെ 4 മർത്തബകൾ പഠിക്കുക എന്നുള്ളത് ഒന്നാമത്തെ അടിത്തറ ഇതാണ്. ഇനി രണ്ടാമത്തെ അടിത്തറ, അടിസ്ഥാനപരമായ കാര്യം, ഇത് ശ്രദ്ധിക്കുക. ആദ്യത്തേതിനേക്കാൾ ഒന്നുകൂടി ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട, ഒന്നുകൂടി സൂക്ഷ്മമായി
മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ രണ്ടാമത്തെ കാര്യം. എന്താണത് എന്നാൽ നോക്കൂ, അള്ളാഹുവിൻ്റെ ഉദ്ദേശം, അവൻ്റെ സൃഷ്ടിപ്പ്, ഇതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്, ഈ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അതോടൊപ്പം എന്തുമുണ്ട്? സൃഷ്ടികൾക്ക് അവരുടേതായ ഉദ്ദേശമുണ്ട്. അതുപോലെ അവരുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചതാരാണ്? അവർ തന്നെയാണ്. അതിൻ്റെ സ്രഷ്ടാവാനാണ്? അള്ളാഹുവാണ്. പക്ഷെ ഫാഇൽ പ്രവർത്തിച്ച ആരാണോ പ്രവർത്തിച്ചത്? അവനാണ്. അവനത് ഉദ്ദേശിച്ചിട്ടാണോ ചെയ്തത്? അതെ, അവനും ഉദ്ദേശമുണ്ട്. ശ്രദ്ധിക്കുക, ഈ പാഠം വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. അള്ളാഹുവിൻ്റെ ഉദ്ദേശവും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പും ഇതിനെതിരല്ല. എന്ത്? പടപ്പുകൾക്ക് അവരുടേതായ ഉദ്ദേശമുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചത് അവനാണ്. ഇത് രണ്ടും തമ്മിൽ എന്തില്ല? വൈരുദ്ധ്യം ഒരിക്കലുമില്ല. ഇത് നോക്കൂ, നിങ്ങൾ ചിന്തിച്ചാൽ വളരെ വ്യക്തമായി, വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ്. നിങ്ങൾ ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഞാൻ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ഈ കൈ ഉയർത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. എൻ്റെ മശീഅത്ത് ഇതിന് പിന്നിലുണ്ട്. അതുപോലെ എൻ്റെ പ്രവർത്തനമാണിത്. ഈ പറയുന്ന വാക്കിന് ഞാൻ ഉത്തരവാദിയാണ്. എന്തുകൊണ്ടാണ് ഞാനാണിത് പറഞ്ഞത്? ഒരു സൽക്കർമ്മം ഒരാൾ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്, കാരണം അവനാണത് ചെയ്തത്. ഒരു തിന്മ ഒരുവൻ ചെയ്താൽ അവന് ശിക്ഷയുണ്ട്, കാരണം അവനാണത് ചെയ്തത്. അതുകൊണ്ടാണ് അള്ളാഹു സ്വർഗ്ഗക്കാരെക്കുറിച്ചും നരകക്കാരെക്കുറിച്ചും പറഞ്ഞത്, സ്വർഗത്തിൽ നിങ്ങൾ കയറിക്കോളൂ ബിമാ കുന്തും തഅമലൂൻ, നരകത്തിൽ നിങ്ങൾ പ്രവേശിച്ചോളൂ ബിമാ കുന്തും തഅമലൂൻ. ഇത് രണ്ടിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്തത് കാരണത്താൽ. അപ്പോൾ നോക്കൂ, പടപ്പുകൾക്ക് അവരുടെ ഉദ്ദേശമുണ്ട്, അവരുടെ പ്രവർത്തനമുണ്ട് എന്നത് നമുക്ക് വളരെ ലളിതമായി കിതാബിലോ സുന്നത്തിലോ വന്നിട്ടില്ല എങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കുറ്റവാളികളെ ആളുകൾ ശിക്ഷിക്കുന്നത്. നീ എങ്ങനെ അത് പറയും എന്ന് ചോദിക്കുന്നത്. നീ എന്താ അങ്ങനെ ചെയ്തത്? നീ ആ ചെയ്തത് ശരിയായില്ലല്ലോ എന്ന് പറയുന്നത്. പണ്ട് കാലത്തൊരു ഖലീഫ മദ്യപാനി ഒരാളെ ശിക്ഷിക്കാൻ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, എത്ര അള്ളാഹിൻ്റെ വിധിയല്ലേ ഞാൻ കുടിച്ചത്. അപ്പോൾ അതിനുള്ള ശിക്ഷ അടി നടപ്പിലാക്കിയിട്ട് പറഞ്ഞു, ഇതും അള്ളാഹിൻ്റെ വിധി തന്നെയാണ്, ഇതും അള്ളാഹിൻ്റെ വിധിയാണ്. അപ്പോൾ നോക്കൂ, റബ്ബിൻ്റെ വിധി അതാണ് എല്ലാം. പക്ഷേ പടപ്പുകൾക്ക് അവരുടെ പ്രവർത്തനവും അവരുടെ ഉദ്ദേശവുമുണ്ട്, ശ്രദ്ധിക്കുക. എന്നാൽ അവർ ഉദ്ദേശിക്കാതെ പ്രവർത്തിച്ചാലോ അള്ളാഹു ശിക്ഷിക്കുകയുമില്ല, അവനതിന് ഉത്തരവാദിയുമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ, ആരാണോ നോമ്പെടുത്തത് എന്നിട്ടോ അവൻ ഭക്ഷണം കഴിച്ചു, എങ്ങനെ? മറന്നുകൊണ്ട്, അല്ലെങ്കിൽ വെള്ളം കുടിച്ചു മറന്നുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയുതിമ്മ സൗമ, അവനവൻ്റെ നോമ്പ് പൂർത്തിയാക്കട്ടെ. ബാക്കി എന്താണ് ഹദീസ്? ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാഹു, അവനെ ഭക്ഷണം കഴിപ്പിച്ചതും വെള്ളം കുടിപ്പിച്ചതും ആരാണ്? അള്ളാഹു. അവിടെ നോക്കൂ, അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞത് എന്തുകൊണ്ടാണ്? കാരണം അവൻ ഉദ്ദേശിച്ച് ചെയ്തതല്ല, അവൻ മറന്നുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ പ്രവർത്തനത്തെ ആരിലേക്ക് ചേർത്തി പറഞ്ഞു? അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞു. നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് എടുത്ത് നോക്കൂ. വെള്ളിയാഴ്ചകൾ നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫ്, ആ ഗുഹയിൽ ഉറങ്ങിയ ആളുകളെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, വനുഖല്ലിബുഹും ദാത്തൽ യമീൻ വദാത്ത ശിമാൽ, അവരെ നാം വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ചിട്ടു. നോക്കൂ, വലത്തോട്ട് അവർ ചെരിഞ്ഞിടന്നതാണ്, അവർ മറിഞ്ഞു കിടന്നതാണ്. ഇടത്തോട്ട് അവർ മറിഞ്ഞു കിടക്കണം ഉറക്കത്തിലായതുകൊണ്ട് അള്ളാഹു ആ പ്രവർത്തനത്തെ അവനിലേക്ക് ചേർത്തി പറഞ്ഞു, വനുഖല്ലിബുഹും, നാം അവരെ മറിച്ചിടുന്നു, ദാത്തൽ യമീൻ വദാത്ത ശിമാൽ, വലത്തോട്ടും ഇടത്തോട്ടും. ഇപ്പോൾ നോക്കൂ, അറിയാതെ പ്രവർത്തിച്ചതാണോ മനുഷ്യനതിന് ഉത്തരവാദിയല്ല, മറന്നുകൊണ്ട് ചെയ്താണോ അള്ളാഹു അത് വിട്ടു തന്നിരിക്കുന്നു. പക്ഷേ അറിഞ്ഞുകൊണ്ട് അവൻ ചെയ്താണോ, അവൻ ഉദ്ദേശിച്ച് ചെയ്തതാണോ, അവൻ ഉദ്ദേശമുണ്ട്, അവൻ്റെ പ്രവൃത്തി തന്നെയാണ്. പക്ഷേ മറക്കരുത്, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. മനുഷ്യരുടെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിന് താബിആയിട്ട് മാത്രമേ വരികയുള്ളൂ, അള്ളാഹു ഉദ്ദേശിച്ചതിന് താബിആയിട്ട് മാത്രമേ വരികയുള്ളൂ. ഇവിടെ നോക്കൂ, ഇത് ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. എങ്ങനെയാണ് പടപ്പുകളുടെ പ്രവൃത്തി അള്ളാഹുവിൻ്റെ സൃഷ്ടിയാവുക എന്ന് ചിലപ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം മനസ്സിലാക്കാൻ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു അവൻ്റെ സൃഷ്ടികളെ പടക്കുക,
ചിലപ്പോൾ ഒരു വാസിത്തയുമില്ലാതെ, നടുവിൽ ഒന്നുമില്ലാതെ അള്ളാഹു സൃഷ്ടിക്കും. ചിലപ്പോൾ ഒരു വാസിത്തയിലൂടെ, ഒരു നടുവിൽ, അതിന് നടുവിൽ അവൻ്റെ സൃഷ്ടിക്കും, നടുവിൽ ഒന്നുണ്ട്, അഥവാ ഒന്നിലൂടെ അള്ളാഹു ഒന്നിനെ പടക്കും. ഇപ്പം നോക്കൂ നിങ്ങൾ, അള്ളാഹു ആകാശങ്ങളെ, ഭൂമിയെ പടച്ചിരിക്കുന്നു, ഒന്നിൽ നിന്നുമല്ല. കുൻ എന്ന് പറഞ്ഞപ്പോൾ ആകാശമുണ്ടായി, അതുപോലെ ഭൂമി ഉണ്ടായി. എന്നാൽ എല്ലാ പടപ്പുകളെയും അള്ളാഹു അങ്ങനെയാണോ പഠിച്ചത്? നമ്മളൊക്കെ അള്ളാഹു പഠിച്ചത് എങ്ങനെയാണ്? നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ്, ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്നുമാണ്. അതുപോലെ നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ മഴ വർഷിപ്പിക്കുന്നു മേഘത്തിൽ നിന്ന്. ചെടി അള്ളാഹു മുളപ്പിക്കുന്നു. എങ്ങനെ? മണ്ണിലൂടെ. മണ്ണ്, വെള്ളം, സൂര്യൻ്റെ വെളിച്ചം, വായു, ഇതിൽ നിന്നെല്ലാം എന്തുണ്ടാകുന്നത്? ചെടി മുളക്കുന്നത്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു വാസുതയുമില്ലാതെ, ഒന്നിൽ നിന്നുമല്ലാതെ ചിലതിനെ പടക്കും. എന്നാൽ മറ്റൊന്നിൽ നിന്ന് അള്ളാഹു മറ്റൊന്നിനെ പടക്കും. അപ്പോൾ നോക്കൂ, നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അത് അള്ളാഹു സൃഷ്ടിച്ചത് എങ്ങനെയാണ്? നമ്മിലൂടെയാണ് പഠിച്ചത്. നമ്മിലൂടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പടച്ചത്. എന്നാൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തിക്ക് അവൻ ഉത്തരവാദിയാണ്. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയുമാണ്. കാരണം ഒരു പ്രവൃത്തി സംഭവിക്കണമെങ്കിൽ ഒരാൾക്കത് ചെയ്യാനുള്ള ഉദ്ദേശം വേണം, അതിനുള്ള കഴിവ് വേണം, തടസ്സങ്ങളൊന്നും ഉണ്ടാകാനും പാടില്ല. എങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഇത് മൂന്നും നിശ്ചയിച്ചവൻ അള്ളാഹുവാണ്. ചെയ്യാനുള്ള ഉദ്ദേശം, അതുപോലെ അതിനുള്ള ശേഷി, തടസ്സം നീക്കുക, ഇതെല്ലാം റബ്ബാണ്. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഖുർആനിൽ പറഞ്ഞത് നമുക്ക് കാണാം, വജഅൽനാഹും അഇമ്മതൻ യദ്ഊന ഇലന്നാർ. മറ്റൊരായത്തിൽ കാണാം, വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിന. ഇവിടെ നോക്കൂ, രണ്ട് ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരായത്തിൻ്റെ പ്രത്യേകത, ആ ആയത്തിൽ അള്ളാഹു നരകത്തിലേക്ക് വിളിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. വജഅൽനാഹും അഇമ്മതൻ, അവരെ നാം നേതാക്കന്മാരാക്കി. എങ്ങനെയുള്ള നേതാക്കന്മാർ? യദ്ഊന ഇലന്നാർ, നരകത്തിലേക്ക് വിളിക്കുന്ന നേതാക്കന്മാർ. ശ്രദ്ധിക്കുക, വജഅൽനാഹും, നാം അവരെ ആക്കി, അഇമ്മതൻ, നേതാക്കന്മാർ, യദ്ഊന ഇലന്നാർ, നരകത്തിലേക്ക് വിളിക്കുന്ന നേതാക്കന്മാർ. സൂറത്തുൽ ഖസസിലെ ആയത്താണ്. എന്നാൽ സൂറത്തു സജ്ദയിൽ നമുക്ക് കാണാം, വജഅൽനാഹും അഇമ്മതൻ, നാം അവരെ നേതാക്കന്മാരാക്കി, യഹ്ദൂന ബിഅംരിന, നമ്മുടെ കൽപ്പന അനുസരിച്ച് ആളുകളെ നന്മയിലേക്ക് നയിക്കുന്നവർ. ലമ്മ സബറു, അവർ ക്ഷമിച്ചപ്പോൾ, വക്കാനു ബി ആയാത്തിന യൂഖിനൂൻ, നമ്മുടെ ആയത്തുകൾ അവർ ഉറച്ച് വിശ്വസിച്ചപ്പോൾ. ഒരു കൂട്ടർ നരകത്തിലേക്ക് വിളിക്കുന്ന നേതാക്കന്മാരാണ്, ഒരു കൂട്ടർ ഹിദായത്തിലേക്ക് വിളിക്കുന്ന നേതാക്കന്മാരാണ്. അള്ളാഹു രണ്ടു കൂട്ടരെയും പറഞ്ഞത് എങ്ങനെയാണ്? നാം അവരെ ഈ നേതാക്കന്മാരാക്കി എന്നാണ്. ഇതാണ് കാരണം ഉദ്ദേശം, അതുപോലെ ചെയ്യാനുള്ള ശേഷി, ആ പ്രവർത്തനത്തിന് തടസ്സമില്ലാതിരിക്കുക, ഇതെല്ലാം അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചതാണ്. അള്ളാഹു ഇതെല്ലാം നൽകിയാലേ നടക്കും. അതുകൊണ്ട് നിസ്കരിക്കുന്നവരെ യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്നവനാക്കിയതാരാണ്? അള്ളാഹുവാണ്. മുഅ്മിനെ മുഅ്മിനാക്കിയത് അള്ളാഹുവാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദുആയില്ലേ, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബന വതഖബ്ബൽ ദുആ. അള്ളാഹു എന്നെ നീ നിസ്കരിക്കുന്നവനാക്കണം, നിസ്കാരം നിലനിർത്തുന്നവനാക്കണം, എൻ്റെ മക്കളെയും. റബ്ബന വതഖബ്ബൽ ദുആ, റബ്ബേ ദുആ സ്വീകരിക്കണേ. ഇപ്പോൾ നോക്കൂ, ഒരു മുഖീമുസ്സലാഹ്, അവനെ മുഖീമുസ്സലാഹ് ആക്കിയതാരാണ്? അള്ളാഹുവാണ്. അള്ളാഹു. എന്നാൽ മനുഷ്യർക്ക് അവരുടെ ഉദ്ദേശമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ആയത്തിലും ഹദീസിലും വന്നിട്ടില്ല എങ്കിൽ നമുക്ക് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അതോടൊപ്പം ആയത്തിലും ഹദീസിലും വന്നിട്ടുമുണ്ട്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, സൂറത്തു തക്വീറിൽ നമുക്ക് കാണാം, ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, നിങ്ങളിൽ ആരാണോ നേരെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക്. നിങ്ങളുടെ ഉദ്ദേശം എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്കറിയാം, ഒരാളുടെ കൈ ഒരാൾ ചലിപ്പിക്കുന്നത്, അതേസമയം ഒരാൾക്ക് പനി വന്ന് വിറച്ചാൽ അയാളുടെ കൈ ചലിക്കുന്നത്. രണ്ടാണ്. ഈ രണ്ട് വ്യത്യാസം നമുക്കറിയാം. ഒന്നിൽ ഒരാളുടെ ഉദ്ദേശമുണ്ട്, മറ്റൊന്നിൽ അയാളുടെ ഉദ്ദേശമില്ല. ഒരാൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നത് അയാൾ ഉദ്ദേശിച്ചതനുസരിച്ച്. എന്നാൽ കൽബ് ചലിക്കുന്നത്, കൽബ് മിടിക്കുന്നതോ അള്ളാഹു ഉദ്ദേശിച്ചതിനനുസരിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ടും ഉണ്ട് എന്നത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യന് ഉദ്ദേശമുണ്ട്, അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ചുണ്ട്. മനുഷ്യന് പ്രവർത്തനമുണ്ട്, അതും അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇവിടെ നോക്കൂ, ഈ 4 കാര്യങ്ങൾ ഒരുപോലെ വിശ്വസിച്ചവർ അഹ്ലുസുന്ന മാത്രമാണ്. ശരിക്കും മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ ഉദ്ദേശം, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്,
മനുഷ്യൻ്റെ ഉദ്ദേശം മനുഷ്യൻ്റെ പ്രവർത്തനം. അള്ളാഹുവിൻ്റെ മഷീഅ, അള്ളാഹുവിൻ്റെ ഖൽഖ്. മനുഷ്യൻ്റെ മഷീഅ, മനുഷ്യൻ്റെ ഫിഅൽ. ഇത് നാലിലും വിശ്വസിക്കാൻ തൗഫീഖ് അള്ളാഹു നൽകിയത് അഹ്ലുസുന്നത്തിന് മാത്രമാണ്. പിഴച്ച കക്ഷികൾക്ക് ഇത് രണ്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല, ഒരുമിച്ച് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല. ഒരു കൂട്ടർ എന്ത് ചെയ്തു? ഒരു ഭാഗത്ത് നിഷേധിച്ചു, വേറൊരു കൂട്ടർ വേറൊരു ഭാഗത്തെ നിഷേധിച്ചു. ഖദറിയാക്കൾ അവരെന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ ഖദറിനെ നിഷേധിച്ചു. അവരിൽ തന്നെ പല ഗ്രേഡുകളുണ്ട്. അള്ളാഹുവിൻ്റെ അറിവിനെയും അവൻ എഴുതി വെച്ചതിനെയും തന്നെ നിഷേധിച്ചവരുണ്ട്. ആദ്യത്തെ 2 സ്റ്റെപ്പിനെ തന്നെ നിഷേധിച്ചവർ. വേറെ ചിലർ അങ്ങനെ നിഷേധിച്ചില്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തെ, അവൻ്റെ സൃഷ്ടിപ്പിനെ നിഷേധിച്ചു. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ എഴുതുകയുണ്ടായി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. റാസിയെ പോലെയുള്ള ആളുകൾ രേഖപ്പെടുത്തിയത് കാണാം. അള്ളാഹു മുജ്മലായി അഥവാ മൊത്തത്തിൽ കാര്യങ്ങൾ അറിയുന്നു, എന്നാൽ സൂക്ഷ്മമായി ഓരോന്നിൻ്റെയും തഫ്സീലായി അള്ളാഹു അറിയുകയില്ല എന്ന രൂപത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഈ അവസ്ഥയിലേക്ക് ആളുകൾ ചെന്നെത്തിപ്പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്ര അപകടമാണെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. യഥാർത്ഥത്തിൽ ഇത് ഒരുമിച്ച് വിശ്വസിക്കുക എന്നത് മുഅ്മിനന് ഒരു പ്രയാസവുമില്ലാത്ത കാര്യമാണ് എന്നല്ല. സുബ്ഹാനല്ലാഹ്, നീ നിൻ്റെ ആ നിൽപ്പൊന്ന് ചിന്തിച്ചു നോക്കൂ. നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു കൊണ്ടുള്ള നിൻ്റെ ആ നിൽപ്പ്, നീ അത് ആഗ്രഹിക്കുന്നു, ചെയ്യണമെന്നുണ്ട്. അതോടൊപ്പം നിനക്ക് എന്ത് വേണം? അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇതാണ് മുഅ്മിൻ യഥാർത്ഥ ഈമാൻ. ഇതൊരു അങ്കലാപ്പിനും വകയില്ലാത്ത, മറിച്ച് ഈമാൻ ശരിയായ രൂപത്തിൽ അള്ളാഹുൽ അവലംബിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന വിശ്വാസമാണ്. എന്താണ് ഹയ്യ അല സലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും നല്ല ആരോഗ്യമുള്ള അങ്ങോട്ട് ചാടിപ്പോകാൻ വരെ സാധിക്കുന്ന, ഓടിച്ചാടിപ്പോകാൻ വരെ സാധിക്കുന്ന ഒരാൾ നിസ്കാരത്തിന് പോകേണ്ടത് വഖാറോടെ സക്കീനത്തോടെ മെല്ലെ സാവധാനത്തിലാണ് നടന്നു പോകേണ്ടത്. ശരി, ഇത്രയും ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ കേൾക്കുകയാണ് ഹയ്യ അല സലാഹ്, ഹയ്യ അലൽ ഫലാഹ്. എന്താണ് പറയുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇസ്തിആനത്തിൻ്റെ വാക്കാണ്. അള്ളാഹുവിനോട് സഹായം തേടുന്ന, ഭാരിച്ച കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരാൻ സഹായിക്കുന്ന വാക്കാണ് ഇത്. ഹൗഖല എന്നറിയപ്പെടുന്ന ഈ വാക്ക്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല, അള്ളാഹുവെ ഒരു കഴിവുമില്ല, എന്തെങ്കിലും ഒരു പ്രയാസം നീക്കാനുള്ള കഴിവില്ല. വലാ ഖുവ, ഒരു ശക്തിയുമില്ല, എന്തെങ്കിലും ഒരു നന്മ പ്രവർത്തിക്കാൻ, ഒരു ഉപദ്രവം തടുക്കാനോ ഒരു ഉപകാരം വരുത്തി വെക്കാനോ കഴിവോ ശക്തിയോ ഇല്ല. ഇല്ല ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ല, അവനോട് സഹായം തേടുന്ന വാക്കാണ്. നിനക്ക് എത്ര കഴിവുണ്ട്, ഞാൻ എത്ര നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക الثبات في الأمر والعزيمة على الرشد. اللهم إني أسألك ثبات في الأمر. അള്ളാഹു ഈ ദീനിൽ നീ എനിക്ക് ഉറപ്പ് നൽകണമേ. والعزيمة على الرشد, സന്മാർഗത്തിൽ നീ എനിക്ക് അസീമത്ത്, നല്ല നിശ്ചയദാർഢ്യം നൽകണേ റബ്ബേ. അള്ളാഹു തീരുമാനിച്ചാലല്ലാതെ സാധ്യമല്ല. അതുകൊണ്ട് റബ്ബിനോട് ഏത് സമയത്തും നന്മക്ക് സഹായം തേടാൻ, നന്മക്ക് തവക്കുലാക്കാൻ. പലപ്പോഴും ആളുകൾ മറന്നുപോകുന്ന തവക്കുലാണ് ദീനിയായ കാര്യത്തിലുള്ള തവക്കുൽ. ദുനിയാവിൻ്റെ കാര്യത്തിൽ കച്ചവടം, റിസ്ക്, ഇതിലൊക്കെ തവക്കുലാക്കണം, അതൊക്കെ തവക്കുലാക്കണം, യാതൊരു സംശയവുമില്ല. പക്ഷെ അതിൽ മാത്രം മതി തവക്കുൽ? അല്ല. അത് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അഹ്ലുസുന്നത്തെ ചില പണ്ഡിതൻ, അത് ചിലപ്പോൾ മാസിയത്ത് ചെയ്യുന്നവൻ വരെ തവക്കുലാക്കിയിട്ട് മാസിയത്ത് ചെയ്യും. കള്ളൻ, ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ കള്ളന്മാർ അല്പം നല്ല തവക്കുലാക്കിയിട്ടാണ് കക്കാൻ പോവുക. പിടിക്കൂല, എങ്ങനെ വന്നാലും പിടിക്കൂല. എന്നാൽ തവക്കുലാക്കിയാൽ പോയേക്കും. അതുകൊണ്ട് ദുനിയാവിൻ്റെ കാര്യത്തിൽ മാത്രം നീ തവക്കുലാക്കിയാൽ പോരാ, ദുനിയാവിൽ തവക്കുലാക്കണം, സംശയമില്ല. ഈമാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതോടൊപ്പം ഏതിൽ തവക്കുലാക്കണം? ദീനിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ, അതിൽ അള്ളാഹുവിൽ അവലംബം അർപ്പിക്കാൻ, അവനോട് സഹായം തേടണം. അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കാൻ, അള്ളാഹു വിലക്കിയത് വെടിയാൻ റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അല്ലാതെ സാധിക്കുകയില്ല. അള്ളാഹുവാണ് അതിന് തൗഫീഖ് ഏകേണ്ടത്, അള്ളാഹുവാണ് അതിന് ഇസ്തിഖാമത്ത് നൽകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദുആയിലാണ്
അതിന് റബ്ബിനോട് തൗഫീഖ് ചോദിച്ചിട്ടുള്ള യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് വയാ മുസർറിഫൽ ഖുലൂബ് സർറിഫ് ഖൽബി അലാ താഅതിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. ഹൃദയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നിന്നെ അനുസരിക്കുന്നതിലേക്ക് നീ തിരിക്കണേ. സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ. അതുകൊണ്ട് നോക്കൂ, ഇത് ശരിക്കും മനസ്സിലാക്കാൻ. ഖദരിയാക്കൾ അള്ളാഹുവിൻ്റെ ഖദറിനെ നിഷേധിച്ചു. അവർ പറഞ്ഞു അന്നൽ അമ്ര ഉൻഫുൻ, അല്ല, കാര്യങ്ങളൊക്കെ അള്ളാഹു തീരുമാനിക്കാതെ അല്ലെങ്കിൽ അള്ളാഹു അറിയാതെ നടക്കുന്നു. മഅബദുൽ ജുഹനി എന്നു പേരുള്ള ഒരാളുടെ ഈ വാക്കിനെക്കുറിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ചിലർ വന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരെ കണ്ടാൽ നീ അവരെ വിവരം അറിയിക്കുക. അന്നി ബരീഉ മിൻഹും. ഇബ്നു ഉമറിന് അവരുമായി യാതൊരു ബന്ധവുമില്ല, അവർക്ക് ഇബ്നു ഉമറുമായി യാതൊരു ബന്ധവുമില്ല. അള്ളാഹുവാണ്. ഉഹദ് മലയോളം അവർ സ്വർണം ചെലവഴിച്ചാലും അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കാതെ ഒന്നും അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. എന്നിട്ടാണ് ഹദീസ് ജിബ്രീൽ മുഴുവനായി ഇബ്നു ഉമർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങളൊക്കെ വിരിക്കുന്ന ഹദീസ് ഇബ്നു ഉമർ ഇതിന് മറുപടിയായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ജബരിയാക്കൾ നേരെ തിരിച്ചിട്ടാണ്. ജബരിയാക്കൾ പറയുന്നു, എന്ത്, മനുഷ്യനെന്തില്ല, യാതൊരു ഉദ്ദേശവുമില്ല, അവൻ്റെ പ്രവർത്തനങ്ങളൊന്നും അവൻ്റേതുമല്ല. അള്ളാഹുവിൻ്റെ മേൽ അവർ അതിലൂടെ അക്രമം ആരോപിക്കുകയാണ്. അവർ പറയുന്നു, താഴെ വീണ് കിടക്കുന്ന ഒരു ഇല പോലെ മാത്രമാണ് മനുഷ്യൻ, കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നത് പോലെ. എന്നാൽ നോക്കൂ, ഒരു ദുനിയാവിൽ തന്നെ അവരൊരിക്കലും ഇത് പാലിക്കുകയില്ല. ഒരു ജബരിയെ പോയി ആരെങ്കിലും അടിച്ചിട്ട് പറയണത് അള്ളാഹിൻ്റെ വിധിയാണ്, എന്നെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കോ? സമ്മതിക്കുകയില്ല. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഒരിക്കലും ആയിക്കൂടാ, ഈ രണ്ടിലുമായിക്കൂടാ. മറിച്ച് നീ നന്മ പ്രവർത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിൽ പലരും, ധാരാളം സഹാബിമാർ, മഹാന്മാര അശറത്തുൽ മുബശ്ശറൂനിൽപ്പെട്ട സഹാബിമാർ പലരും ചോദിച്ച ചോദ്യമാണ്. എന്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, എന്ത്, എല്ലാ കാര്യങ്ങളും നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്, എല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. സഹാബത്ത് ചോദിച്ചു, ഫഫീമൽ അമൽ, എന്തിനാണ് നബിയെ പിന്നെ പ്രവർത്തനങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅമലൂ, നിങ്ങൾ പ്രവർത്തിക്കുക, കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ്, കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ്, യഅമലൂ, പ്രവർത്തിക്കൂ നിങ്ങൾ അമൽ ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ശറഅ അവിടെ പഠിപ്പിക്കാൻ, കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ്, ഖദർ അവിടെ പഠിപ്പിക്കാൻ. എല്ലാം എന്തിലേക്കാണോ എളുപ്പമായിട്ടുള്ളത് അതിലേക്ക്, എന്തിനു വേണ്ടിയാണോ പടക്കപ്പെട്ടിട്ടുള്ളത് അതിലേക്ക് വഴി ഓരോരുത്തർക്കും എളുപ്പമായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി, فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى. ആരാണോ അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചത്, അള്ളാഹുവിനെ സൂക്ഷിച്ചത്, അവന് ഏറ്റവും എളുപ്പമായതിലേക്ക് അള്ളാഹു എളുപ്പം നൽകും. പിശുക്ക് കാണിച്ചത്, ഏറ്റവും നല്ലതിനെ നിഷേധിച്ചത്, അവൻ അള്ളാഹു പ്രയാസമായതിലേക്ക് വഴി എളുപ്പമാക്കി കൊടുക്കും. അപ്പോൾ നോക്കൂ, ഓരോരുത്തർക്കും തൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് സൂചന ലഭിക്കണോ, ഒന്നും വേണ്ട, സ്വന്തം അമലിലേക്ക് നോക്കിയാൽ മതി. നിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, അള്ളാഹു നിന്നെ ഏത് ഫരീഖിലാണ് പടച്ചിട്ടുള്ളത്, നരകക്കാരുടെ ഫരീഖിലാണോ സ്വർഗ്ഗക്കാരുടെ ഫരീഖിലാണോ എന്നത് അറിയാൻ സ്വന്തം അമലിലേക്ക് തിരിഞ്ഞു നോക്കുക, ഖൽബിലേക്ക് തിരിഞ്ഞു നോക്കുക, സൂചനകൾ ലഭിക്കും. യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. അപ്പോൾ നോക്കൂ, ഇതാണ് രണ്ടാമത്തെ അടിത്തറ. മൂന്നാമത്തേത് സുബ്ഹാനല്ലാഹ്, ഇത് നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളെക്കാൾ ഒന്നുകൂടി സൂക്ഷ്മമാണ്. അതായത് ഹിദായത്തും ഇദ്ലാലും. ഹിദായത്ത് എന്നാൽ സന്മാർഗം, അള്ളാഹു സന്മാർഗത്തിലേക്ക് പടപ്പുകൾ നയിക്കുക. പിന്നെ ഇദ്ലാൽ എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുക. ഈ വിഷയമാണ്. എന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആദ്യം ഹിദായത്തിനെ കുറിച്ച് പറയാം. ഒന്ന്, ഹിദായത്ത് എന്നാൽ അള്ളാഹുവിൻ്റെ പക്കൽ മാത്രമാണ്, അള്ളാഹു മാത്രമാണത്, അവൻ ഉദ്ദേശിച്ചതുപോലെ മാത്രമേ ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുകയുള്ളൂ. പടപ്പുകളുടെ കയ്യിലല്ല ഹിദായത്ത്.
പടപ്പുകളുടെ കയ്യിലല്ല ഹിദായത്ത്. അതുകൊണ്ടാണ് സ്വർഗ്ഗവാസികൾ സ്വർഗ്ഗത്തിലെത്തിയാൽ എന്തു പറയുന്നത്? ഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാന അല്ലാഹ്. ഞങ്ങൾ ഇതിലേക്ക് നയിച്ച അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും ഇതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. സഹാബത്ത് ഖന്ദഖ് യുദ്ധത്തിൽ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുക അവർ ചൊല്ലിയ ബൈത്തിൽ നമുക്ക് കാണാം, വല്ലാഹി ലൗല അല്ലാഹു മഹ്തദൈന വമാ തസദ്ദഖന വമാ സല്ലൈന. അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഹിദായത്തിലാകുമായിരുന്നില്ല, ഞങ്ങൾ നിസ്കരിക്കുകയോ സദഖ എടുക്കുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പാഠം ഹിദായത്തിനെ കുറിച്ച്. എന്താണ്? അള്ളാഹു ആണത് നൽകുക, പടപ്പുകളുടെ കയ്യിലേ അല്ല അതിൻ്റെ നിയന്ത്രണം. രണ്ടാമത്തെ പാഠം ഹിദായത്തിനെ കുറിച്ചുള്ള പാഠം, മൂന്നാമത്തെ അടിത്തറയിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ ഹിദായത്തും ഇദ്ലാലുമാണ്. ഹിദായത്തിൽ ഉള്ള രണ്ടാമത്തെ പാഠം, ഹിദായത്ത് എന്നാൽ അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, അവൻ്റെ ഔദാര്യമാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യം. ദലാലത്തോ അള്ളാഹുവിൻ്റെ ആദിലാണ്, അവൻ്റെ നീതിയാണ്. ഹിദായത്ത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, അത് അവൻ്റെ ഔദാര്യമാണ്. ഒരുവൻ അള്ളാഹു വഴികേടിലാക്കുക എന്നത് അള്ളാഹുവിൻ്റെ ആദിലാണ്. നീതി, അള്ളാഹുവിനോട് അനീതി ചെയ്തിട്ടില്ല. ഹിദായത്ത് കിട്ടിയവൻ എന്തേ കിട്ടിയത്? അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് കിട്ടിയത്. ഔദാര്യം നൽകാത്തതിന് ഒരാളും അള്ളാഹുവിനെ കുറ്റം പറയേണ്ടതില്ല. ഔദാര്യം അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. അനീതി അള്ളാഹു ആരോടെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഒരാളോടും കാണിച്ചിട്ടില്ല, ഒരാളോടും കാണിക്കുകയില്ല. എന്തേ? അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുവിൻ്റെ ഫദ്ലിനും ആദിലിനും മധ്യയാണ്. ഒന്നുകിൽ ഫദ്ൽ അല്ലെങ്കിൽ ആദിൽ, ഒന്നുകിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നീതി. ഫദ്ൽ എന്നാൽ എന്താണ്? അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഫദ്ൽ കൊടുക്കും, അവൻ്റെ ഔദാര്യം നൽകും. ആരുണ്ട് അവനോട് ചോദിക്കാൻ? ഹിദായത്ത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്. അതുകൊണ്ടാണ് റബ്ബ് എന്ത് പറയും, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ ദാലികൽ ഫദ്ലു മിനല്ലാഹ് വകഫാ ബില്ലാഹി അലീമ. ആരാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് അവൻ നാളെ പരലോകത്ത് നബിമാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ ഒക്കെ കൂടെയാണ്. അവരെത്ര നല്ല കൂട്ടുകാർ! അള്ളാഹുവിൻ്റെ ഔദാര്യമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കരുത്. നമ്മൾ ഓരോ പടിയിലേക്കും കടക്കുമ്പോൾ കൂടുതൽ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഭാഗമാണ്. അതുകൊണ്ട് ശ്രദ്ധ വിട്ടുപോകരുത്, കൂടുതൽ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പാഠം, ഹിദായത്തിനെ കുറിച്ചുള്ള പാഠം, അള്ളാഹു ഹിദായത്ത് ഔദാര്യമായിട്ടാണ് നൽകുക എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അവൻ്റെ ഇൽമിൻ്റെയും ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നൽകുക. മനസ്സിലായില്ലേ? വാരി വിതറിയപ്പോൾ ആർക്കൊക്കെയോ അതിലേ പോയവരൊക്കെ അത് വാരി പിടിച്ചു, അങ്ങനെയാണോ? അല്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ ഹിദായത്ത് അത് നൽകേണ്ടവർക്കാണ് നൽകിയത്. അതിന് യോജിച്ചവർക്കാണ് അള്ളാഹു അത് നൽകിയത്. മനസ്സിലായില്ലേ? അത് യോജിച്ചവർക്കാണ് അള്ളാഹു നൽകിയത്. എല്ലാവർക്കും അത് യോജിക്കുമോ? യോജിക്കുകയില്ല. എല്ലാവർക്കും അത് യോജിക്കുകയില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വകദാലിക ഫതന്ന ബഅദഹും ബിബഅദ് ലിയഖൂലു അഹൗലാഇ മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിന അലൈസ അല്ലാഹു ബിഅലമ ബിശ്ശാകിരീൻ. ഇവർക്കാണോ അള്ളാഹു ഹിദായത്ത് കൊടുത്തത് എന്ന് ചിലർ ചോദിച്ചു. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിനറിയില്ലേ ആരാണ് നന്ദിയുള്ളവർ എന്ന്? അതുപോലെ നോക്കൂ, സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തുകൾ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക ആയത്ത്. വഅലമു അന്ന ഫീക്കും رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ പ്രിയങ്കരമാക്കി തന്നിരിക്കുന്നു, കുഫറിനോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കി തന്നിരിക്കുന്നു, തിന്മകളോടും ഫുസൂഖിനോടുമെല്ലാം അവരാണ് സന്മാർഗത്തിലായവർ. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അത് അള്ളാഹുവിൻ്റെ ഔദാര്യവും അനുഗ്രഹവുമാണ്. വല്ലാഹു അലീമുൻ ഹക്കീം. അള്ളാഹു അലീമാണ്, അവൻ ഹക്കീമാണ്. സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തുകളാണ്. അത് അള്ളാഹു അറിയുന്നവനാണ്, ആർക്കാണ് ഇത് യോജിക്കുക. ഹക്കീമാണ്, ആർക്കാണ് ഇത് നൽകേണ്ടത് എന്ന് ഹിക്മത്തുള്ളവനാണ് റബ്ബ്. നാലാമത്തെ കാര്യം, ഹിദായത്തിനെ കുറിച്ചുള്ള നാലാമത്തെ പാഠം, ഹിദായത്തിന് രണ്ട് വജുഹുണ്ട്. അഥവാ ഹിദായത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഇസ്ലാമിലേക്കുള്ള ഹിദായത്ത്, രണ്ട് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം കൂടുതൽ നന്മകളിലേക്കുള്ള ഹിദായത്താണ്. ഇപ്പോൾ നോക്കൂ, ഫർദായ കാര്യത്തിൻ്റെ എല്ലാവർക്കും നിർബന്ധമാണ് ചെയ്യുക. അതേസമയം ആ ഫർദ് കഴിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സുന്നത്ത് നിർവഹിക്കാനോ അതിന് അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു ഹിദായത്ത് വേറെ വേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നമ്മൾ ചോദിക്കുമ്പോൾ കിട്ടിയത് തന്നെ പിന്നെയും ചോദിക്കല്ല എന്ന് ഇബ്നു കസീറിനെ പോലെയുള്ളവർ പറഞ്ഞത്.
മനസ്സിൽ എന്തുകൊണ്ടാണ് ഹിദായത്തിലായവർ പിന്നെയും ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം എന്ന് ചോദിക്കുന്നത്? ഒന്ന്, അതിൽ ഉറപ്പിച്ചു നിർത്താൻ. രണ്ട്, അതിലപ്പുറം ഹിദായത്തിൻ്റെ ഈ നേർരേഖയിൽ ഉള്ളിലുള്ള മറ്റു ചില ഹിദായത്തിൻ്റെ വഴികളുണ്ട്. ഇതിനുള്ളിലുള്ള വഴികളാണത്. എന്താണത്? ഉദാഹരണത്തിന് നോക്കൂ, നിങ്ങൾ ഒരു ഫർദ് എല്ലാവരും ഒരുപോലെയാണ് മസ്ജിദിൽ, പക്ഷേ ഇതിന് അപ്പുറത്തും ഇപ്പുറത്തും സുന്നത്ത് നിസ്കരിക്കാനുള്ള ഹിദായത്ത് അത് പ്രത്യേകമായ ഹിദായത്താണ്. ആ ഫർദിന് ഉള്ള ഹിദായത്ത് ലഭിച്ചവർക്കൊക്കെ അത് കിട്ടണമെന്നില്ല. അത് പ്രത്യേകമായ ഹിദായത്താണ്. അത് ചെയ്യാനുള്ള തൗഫീഖ് അത് പ്രത്യേകമായ ഒരു തൗഫീഖാണ്. ഈ രണ്ട് ഹിദായത്ത്, രണ്ട് വജ്ഹുകൾ അതിനുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഇദ്ലാലിനെ കുറിച്ചാണ്. വഴികേടിലാക്കുക, അള്ളാഹുവിനെ ദലാലത്തിലാക്കുക എന്നതിനെക്കുറിച്ച്. ഇതാണ് ഈ ഖദറിൽ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും സൂക്ഷ്മമായ വിഷയം, ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം. ഏറ്റവും ആളുകൾ വഴിതെറ്റിപ്പോയതും ഇവിടെയാണ്. പ്രശ്ന ഹിദായത്തിലോ അള്ളാഹുവിനെ സന്മാർഗത്തിലാക്കിയെടുത്തോ ഒന്നുമല്ല പലർക്കും പ്രശ്നം ഇവിടെ. എന്തുകൊണ്ടാണ് അവനങ്ങനെയായി? അവനെങ്ങനെ വഴിതെറ്റി? അതെങ്ങനെ? അത് അള്ളാഹു നേരത്തെ അറിഞ്ഞോ? അത് അള്ളാഹു നേരത്തെ തീരുമാനിച്ചോ? ഈ രൂപത്തിൽ ആളുകൾ പറയുന്നത് കാണാം. ഇദ്ലാൽ നോക്കൂ, ഇതിൽ ഒന്നുകൂടി സൂക്ഷ്മമാണ് കാര്യങ്ങൾ. നമ്മൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ കാര്യം, ഹിദായത്തിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ നേരെ ഇപ്പുറത്ത് മനസ്സിലാക്കുക. ഇദ്ലാൽ എന്നത് അള്ളാഹുവിൻ്റെ അതിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് ആളുകളെ ദലാലത്തിലാക്കുക. മൻ യുദ്ലിലില്ലാഹു ഫലാ ഹാദിയ ലഹു മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന വാക്കല്ലേ. അള്ളാഹു ഒരുവനെ ദലാലത്തിലാക്കിയാൽ അവനെ സന്മാർഗത്തിലാക്കാൻ ആരുമില്ല. രണ്ടാമത്തെ പാഠം ഇദ്ലാലിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ തന്നെയാണ്, സൂചിപ്പിച്ച തന്നെയാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ഇദ്ലാൽ അള്ളാഹുവിൻ്റെ അതിലാണ്. അള്ളാഹു ഒരുവനെ വഴികേടിലാക്കുന്നുവെങ്കിൽ അള്ളാഹു അവനോട് എന്ത് ചെയ്തിട്ടില്ല? അനീതി കാണിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹുവിലേക്ക് കിതാബുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്, കണ്ണും കാതും കൽബും നൽകിയിട്ടുണ്ട്, ആയുസ് നൽകിയിട്ടുണ്ട്, ഒക്കെ നൽകിയിട്ടുണ്ട്. എന്നിട്ട് അവൻ തിരഞ്ഞെടുത്തതാണ് വഴികേടിൻ്റെ പാത. അവൻ തിരഞ്ഞെടുത്തതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കരുത്. മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്, അവൻ്റെ ഹിക്മത്താണ് ഇദ്ലാൽ. ഒരുവനെ വഴികേടിലാക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ അതിന് പിന്നിൽ അള്ളാഹുവിൻ്റെ യുക്തിയുണ്ട്, അവൻ്റെ ഹിക്മത്തുണ്ട്. എന്താണ് ഹിക്മത്ത് എന്നാൽ? നിങ്ങൾ പറയും, എന്താണ് ഹിക്മത്ത് എന്നാൽ? ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓരോന്നും അതിന് യോജിച്ച സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ്. ഓരോന്നും അതിന് യോജിച്ച സ്ഥലത്ത് വെക്കലാണ് ഹിക്മ. നിങ്ങൾ പറയൂ, ഹിദായത്ത് എന്ന് പറയുന്നത് അത് ഏറ്റവും അമൂല്യമാണ്. അതിന് യോജിച്ച സ്ഥലത്ത് മാത്രമേ അള്ളാഹു അത് വെക്കുകയുള്ളൂ. നിങ്ങളത് ആലോചിച്ച് നോക്കൂ, ഒരാൾ അങ്ങേയറ്റം അമൂല്യമായ, ഇത്രയും വിലമതിക്കുന്ന, അങ്ങേയറ്റം വിലയുള്ള ഒരു വജ്രം, അതിൻ്റെ അല്ലെങ്കിൽ അത്രയും വിലയുള്ള മുത്തുമണികൾ അതൊരു ചരടിയിൽ കോർക്കുകയും എന്നിട്ട് തെരുവിലൂടെ നടക്കുന്ന ഒരു നായയുടെ കഴുത്തിൽ അത് കെട്ടിവെക്കുകയും ചെയ്താൽ എന്തായിരിക്കും ആളെക്കുറിച്ച് ബുദ്ധിയുള്ള ആളുകൾ പറയുക? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ ഇത് ഒരാൾ തൻ്റെ ഭാര്യയുടെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെയോ അവർക്കണിയാൻ ഇത് കൊടുത്താൽ അതാണ് അവിടെ യോജിക്കുക. ഹിദായത്ത് ഈ അമൂല്യമായ മുത്തിനേക്കാൾ വിലയേറിയതാണ്. അള്ളാഹുവിൻ്റെ ശത്രുക്കൾ നേരത്തെ പറഞ്ഞവയേക്കാൾ മോശമായതാണ്. അള്ളാഹുവിൻ്റെ ശത്രുക്കൾ, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ. റബ്ബ് സുബ്ഹാനഹു വ തആല അവരിൽ ഖൈർ വല്ലതും അറിഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹു അവരെ സന്മാർഗത്തിലേക്ക് നയിക്കുമായിരുന്നു. ഇതാണ് മൂന്നാമത്തെ പാഠം. നാലാമത്തേത് ദലാലത്തിനെ കുറിച്ചുള്ള പാഠം. ഇദ്ലാൽ എന്ന് പറയുന്നത്, അതിന് ഹിദായത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, കുഫറിലേക്ക് ഒരുവനെ അള്ളാഹു നയിച്ചു. എന്നാൽ ചിലർ അതിനുമപ്പുറം എന്ത് ചെയ്യും? ആ കുഫറിന് മുകളിൽ തിന്മകൾ ചെയ്യും. ഇപ്പം എന്ത് സംഭവിക്കും? അവൻ ആ കുഫറിൻ്റെ ശിക്ഷയ്ക്ക് പുറമെ ഈ തിന്മകൾക്കും ശിക്ഷ ഉണ്ടാകും. എല്ലാ കാഫറിനും പരലോകത്ത് ഒരേ ശിക്ഷയാണോ?
ഫിർഔനിനും ആരെ ഉപദ്രവിക്കാതെ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യാതെ അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിച്ചു മരിച്ച ഒരാൾക്കും നരകത്തിൽ ഒരേ ശിക്ഷയാണോ നിങ്ങൾ പറയും? ഒരിക്കലുമല്ല. നരകത്തിൽ പ്രവേശിക്കുമെന്ന കാര്യത്തിൽ രണ്ടു കൂട്ടരും ഒരുപോലെയാണ്. പക്ഷേ ശിക്ഷയിൽ രണ്ടു കൂട്ടരും ഒരുപോലെയല്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഇതിനുള്ള തെളിവാണ്. അല്ലദീന കഫറൂ വസദ്ദു അൻ സബീലില്ലാഹ് സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബി ബിമാ കാനൂ യുഫ്സിദൂൻ. ആരാണോ അള്ളാഹുവിനെ നിഷേധിച്ചത്, ദീനെ നിഷേധിച്ചത്, വസദ്ദു അൻ സബീൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിന് ആളുകളെ തടഞ്ഞത്, അവർക്ക് നാം ശിക്ഷക്കുമേൽ ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. ഇതാണ് ഇദ്ലാലിനെ കുറിച്ച് പറയാനുള്ള 4 കാര്യങ്ങൾ. ഇനി സഹോദരങ്ങളെ, ഖദറിനെ കുറിച്ച് എവിടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഇഷ്കാലുകൾ ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന 10 കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം. ഒന്ന് സബ്രോടിരിക്കുക, വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം. 10 കാര്യങ്ങൾ ഓർക്കുക. എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഇഷ്കാൽ ആരുടെയെങ്കിലും മനസ്സിൽ ഉണ്ട് എങ്കിൽ. ഒന്ന്, അള്ളാഹു നീതിമാനാണ്, അവനൊരിക്കലും അനീതി പ്രവർത്തിക്കുകയില്ല. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞതായി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി ഫജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തദാലമു. അനീതി, അക്രമം ഞാൻ എൻ്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു, ഞാൻ അത് നിങ്ങൾക്ക് മേലും ഹറാമാക്കിയിരിക്കുന്നു. നിന്റെ മനസ്സിൽ നീതിബോധം വിട്ടു തന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അവൻ എത്ര നീതിയുള്ളവനായിരിക്കും? അതുകൊണ്ട് അവൻ മുസീബത്തുകൾ നിശ്ചയിച്ചാലും അവൻ ദലാലത്ത് നിശ്ചയിച്ചാലും അവൻ ആരോടും അനീതി ചെയ്തിട്ടില്ല. രണ്ടാമത്തേത്, അള്ളാഹു ഹക്കീമാണ്. അവൻ ഏറ്റവും ഹിക്മത്തുള്ളവനാണ്. അവൻ ഒരിക്കലും പടപ്പുകളെ വെറുതെ പടക്കുകയില്ല, വെറുതെ അവൻ സൃഷ്ടിക്കുകയില്ല. മൂന്നാമത്തേത്, അള്ളാഹു റഹീമാണ്, റഹ്മാനാണ്, അവൻ ഏറ്റവും കരുണയുള്ളവനാണ്. അതുകൊണ്ടാണ് അവൻ റസൂലുകൾ നിയോഗിച്ചത്, അവൻ കണ്ണും കാതും ഖൽബുമെല്ലാം നൽകിയത്, അവൻ ഒഴിവുകഴിവുകൾ നിശ്ചയിച്ചത്. നാലാമത്തെ കാര്യം, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ എല്ലാം അറിയുന്നവനാണ്. നമുക്ക് അറിയില്ല. അള്ളാഹുവിനറിയാം, നമുക്ക് അറിയില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മളൊരു കാര്യം സങ്കല്പിച്ച് നോക്കുക. അള്ളാഹു അവൻ്റെ പടപ്പുകളിൽ ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ അറിവിൻ്റെ പകുതി പഠിപ്പിച്ചു കൊടുത്തു എന്ന് സങ്കല്പിക്കുക. അള്ളാഹു അവൻ്റെ അറിവിൻ്റെ പകുതി ഒരു പടപ്പിന് പഠിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ പടപ്പുകൾക്ക് നൽകി എന്ന് സങ്കല്പിച്ച് നോക്കുക. എങ്കിൽ പോലും അവൻ അറിയാത്തൊരു കാര്യം അള്ളാഹു ചെയ്താൽ അവനതിനെ കുറ്റം പറയാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണത്? കാരണം അതേക്കുറിച്ചുള്ള അറിവ് അവൻ അറിയിച്ചു കൊടുക്കാത്ത പകുതിയിലായിരിക്കാം ചിലപ്പോൾ. നോക്കൂ, എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പടപ്പുകളുടെ മുഴുവൻ അറിവും അള്ളാഹുവിൻ്റെ അറിവും എന്താണ് അതിൻ്റെ തമ്മിലുള്ള താരതമ്യം? എങ്ങനെ താരതമ്യം ചെയ്യാൻ സാധിക്കും? മൂസാ നബിയും ഖദർ നബിയും ഒരു കപ്പലിൽ കയറിയ കഥ. ആ കപ്പലിൻ്റെ വക്കത്തൊരു കുരുവി വന്ന് അതിൻ്റെ കൊക്ക് കടലിൽ മുക്കിയെടുത്തു. ഖദർ അലൈഹിസ്സലാം മൂസാ നബിയോട് പറഞ്ഞു, എൻ്റെയും നിൻ്റെയും പടപ്പുകളുടെ മുഴുവനും അറിവും അള്ളാഹുവിൻ്റെ അറിവും ദാ ഈ കുരുവി സമുദ്രത്തിൽ നിന്ന് തൻ്റെ കൊക്കുകൊണ്ട് മുക്കിയെടുത്തതുപോലെ മാത്രമാണ്. അള്ളാഹു അറിയുന്നു, നമുക്ക് അറിയുകയില്ല. അഞ്ചാമത്തേത്, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ വിശേഷണങ്ങളെല്ലാം പരിപൂർണമാണ്. പടപ്പുകളായ നമ്മുടേത് വിശേഷങ്ങളൊക്കെ ന്യൂനതകളുടെ വിശേഷണങ്ങളാണ്. നമ്മുടെ അറിവ് കുറവാണ്, നമ്മുടെ ബുദ്ധി കുറവാണ്, നമ്മുടെ ഹൈക്മത്ത് കുറവാണ്. എന്നാൽ നമ്മുടെ റഹ്മത്ത് അത് കുറവുള്ളതാണ്. എന്നാൽ അള്ളാഹു ഇതിലെല്ലാം പരിപൂർണതയുള്ളവനാണ്. ഇനി നോക്കൂ, ആറാമത്തെ കാര്യം, റബ്ബ് സുബ്ഹാനഹു വ തആല അവന് അവൻ്റെ പടപ്പുകൾക്കെതിരിലാണ് ഹുജ്ജത്തുള്ളത്, തെളിവുള്ളത്. അതല്ലാതെ അള്ളാഹുവിനെതിരിൽ നമുക്കെന്തില്ല? യാതൊരു ന്യായവും പറയാനില്ല. മറിച്ച് ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ, അള്ളാഹുവിനാണ് എല്ലാ ഹുജ്ജത്തും പടപ്പുകൾക്കെതിരിൽ തെളിവുമുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഇത് ശരിക്കും മനസ്സിലാകാൻ ഒരു കാര്യം ചിന്തിച്ചാൽ മതിയാവും. റബ്ബ് സുബ്ഹാനഹു വ തആല എങ്ങാനും ഈ കാര്യം ശരിക്കും ഒന്ന് ശ്രദ്ധിക്കും നിങ്ങൾ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഈ ലോകത്തേക്ക് അയക്കാതെ ആദ്യം തന്നെ നമ്മെ നരകത്തിൽ പടക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ ആരുണ്ട് അള്ളാഹുവിന് തടയാൻ? പടപ്പുകൾ അവൻ ദുനിയാവിൽ പടക്കാൻ തീരുമാനിക്കുന്നില്ല, നരകത്തിൽ തന്നെ അവരെ പടക്കാൻ അവൻ തീരുമാനിക്കുന്നു. ആരുണ്ട് അള്ളാഹുവിനെ തടയാൻ? അള്ളാഹു അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നവനാണ്, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. പക്ഷെ അള്ളാഹു അങ്ങനെ ചെയ്തിട്ടില്ല. എത്രത്തോളം സുബ്ഹാന, ഒരു ഹദീസിൽ നമുക്ക് കാണാം, സ്വർഗം ആളുകൾ കയറിയാലും ബാക്കി ഉണ്ടാകും, അത് നിറയുകയില്ല. അള്ളാഹു എന്ത് ചെയ്യും? നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹദീസ്,
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു സ്വർഗത്തിനു വേണ്ടി പ്രത്യേകം പടപ്പുകൾ അപ്പോൾ പടക്കും, എന്നിട്ട് അവരെ സ്വർഗത്തിലാക്കും. അവർ ദുനിയാവിൽ ജീവിച്ചിട്ടേ ഇല്ല, സ്വർഗത്തിൽ പോകാനുള്ള ഒരു പണി അവരെടുത്തിട്ടില്ല. ഫദ്ൽ, അള്ളാഹുവിൻ്റെ ഔദാര്യം. അള്ളാഹു അവൻ പടപ്പുകളെ പഠിച്ച് സ്വർഗത്തിലാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹദീസുകളിൽ നമുക്ക് കാണാം, യൗമ നഖൂലു ലിജഹന്നമ ഹൽ ഇംതലഅതി വതഖൂലു ഹൽ മിൻ മസീദ് എന്ന സൂറത്തു ഖാഫിൽ ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് ഈ ഹദീസ് ധാരാളമായി കാണാം. നരകം അത് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ ഇനിയുമുണ്ടോ. പടപ്പുകൾ ഇട്ട് എത്ര അതിൽ വലിച്ചെറിഞ്ഞാലും പിന്നെയും പിന്നെയും നരകം ചോദിക്കും. എന്താണ് അള്ളാഹു ചെയ്യുക? അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഖദം, അവൻ്റെ കാൽപാദം നരകത്തിനുമേൽ വെക്കും. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അവന് മാത്രം യോജിച്ചതാണ്, അവൻ്റെ മഹത്വത്തിന് യോജിച്ചതാണ്, പടപ്പുകളുടേത് പോലെയല്ല. അള്ളാഹു അവൻ്റെ കാൽപാദം നരകത്തിനുമേൽ വെക്കും. അപ്പോൾ നരകം ചുരുണ്ടുകൂടും. എന്നിട്ട് പറയും, മതി മതി റബ്ബേ. അവൻ എന്ത് ചെയ്യുന്നില്ല? നരകത്തിനു വേണ്ടി പ്രത്യേകം പടപ്പുകളെ പടച്ച് നരകത്തിലാക്കുന്നുണ്ടോ? ഇല്ല. ഒരാളും തൻ്റെ അമൽ കാരണത്താലല്ലാതെ നരകത്തിൽ പോവുകയില്ല. അപ്പോൾ നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവനാണ് തെളിവുള്ളത്. അതുകൊണ്ടാണ് നോക്കൂ, നരകക്കാർ, ഖുർആനിൽ അള്ളാഹു നരകക്കാർ എന്തു പറയും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവരെവിടെ എന്തു പറയുന്നില്ല? ഞങ്ങളിത് ചെയ്തു പോയി, ഞങ്ങൾക്കൊരവസരം തരൂ എന്നതല്ലാതെ എന്തു പറയുന്നില്ല? അള്ളാഹു ഞങ്ങളോട് അനീതി ചെയ്തു എന്ന് പറയുന്നുണ്ടോ? ഇല്ല, അവർ പറയുകയില്ല. അവരൊരിക്കലും പറയുകയില്ല. അത് ന്യായം അവരുടെ ഭാഗത്തുണ്ടെങ്കിൽ അവരത് പറഞ്ഞേനെ. ഇനി നോക്കൂ, ഏഴാമത്തെ കാര്യം നമ്മൾ അറിയേണ്ടത്, ഖദറിൽ നമുക്ക് അറിയാത്ത കാര്യം അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ്. നമുക്കറിയാത്തത് പലതും ഖദറിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അഥവാ നമ്മിൽ നിന്ന് മറച്ചു വെച്ച ഖദറിൻ്റെ ഒരു വലിയ ഭാഗമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞത്? ഇദാ ദുകിറൽ ഖദറു ഫഅംസികു. സഹാബത്തിനെ കുറിച്ച് ഞാൻ ഈ ഹദീസ് പറഞ്ഞു, ഇദാ ദുകിറ അസ്ഹാബി ഫഅംസികു, എൻ്റെ സഹാബത്തിനെ കുറിച്ച് പറയപ്പെട്ടാൽ മിണ്ടാതിരിക്കൂ. അതുപോലെ എന്ത് വന്നിട്ടുണ്ട്? ഖദറിനെ കുറിച്ച് പറയപ്പെട്ടാൽ മിണ്ടാതിരിക്കൂ. എവിടെയാണ് മിണ്ടാതിരിക്കേണ്ടത്? ഖുർആനിലും സുന്നത്തിനും വന്നതിനപ്പുറത്ത് എന്ത് ചെയ്യരുത്? പോകരുത്. അതിനപ്പുറത്ത് പോകരുത്, അവിടെ നിർത്തുക. ഫഅംസികു. കാരണം നമുക്ക് അറിയാത്തൊരു ഭാഗമുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരാൾ, ഒരു വിവരവുമില്ലാത്ത ഒരാൾ, ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാൾ, സ്കൂളിൽ പോയിട്ടില്ലാത്ത ഒരാൾ ഒരു സർജറി നടക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരോട് പറയും, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അവിടെ കുത്തിക്കീർന്ന്, ഇവിടെ തുന്നുന്നു, അവിടെ അങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആകും, ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ച, ഇതിൻ്റെ ഒക്കെ ഹിക്മത്ത് എനിക്ക് പറഞ്ഞു തരണം, ഇതെന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്ന മറുപടി? ഇനി വേറൊരാളൊരു ഫ്ലൈറ്റിൻ്റെ കോക്പിറ്റിൽ കയറുകയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന പൈലറ്റുമാരോ ചോദിക്കുക, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവിടെ പിടിച്ച് വലിക്കുന്നു, ഇവിടെ പിടിച്ച് തള്ളുന്നു, അവിടെ പിടിച്ച് ഞെക്കുന്നു, ഇതൊക്കെ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് പറഞ്ഞു തരണം, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്ന മറുപടി? നീ ആരാണ് ചോദിക്കാൻ? ആരാണ് ചോദ്യം ചെയ്യുന്നത്? ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അവൻ ചെയ്യുന്നതിനെക്കുറിച്ച്, അള്ളാഹു ചെയ്യുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാവതല്ല, പടപ്പുകളാണ് ചോദ്യം ചെയ്യപ്പെടുന്നവർ. എന്തുകൊണ്ട്? അവൻ്റെ വിശേഷണങ്ങളെല്ലാം സമ്പൂർണ്ണമാണ്, അവനെല്ലാം അറിയുന്നവനാണ്, അവൻ ഹിക്മത്തുള്ളവനാണ്, അതോടൊപ്പം അവൻ റഹ്മാനും റഹീമുമാണ്. അതുകൊണ്ടുകൂടിയാണ് അവൻ ഏറ്റവും കരുണയുള്ളവനാണ്. അവൻ്റെ റഹ്മത്തിനനുസരിച്ചല്ലാതെ അവൻ പ്രവർത്തിക്കുകയില്ല. ഇനി നോക്കൂ, എട്ടാമത്തെ കാര്യം, ചില കാര്യങ്ങൾ നമുക്കറിയാത്തത് നമുക്ക് ഖൈറായിരിക്കും. ഉദാഹരണത്തിൽ ലൈലത്തുൽ ഖദർ നമുക്ക് അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അള്ളാഹു അത് മൂടി വെച്ചത് നിങ്ങൾക്ക് ഖൈറായിരിക്കും, കാരണം കുറേ അമൽ ചെയ്യാൻ അതുകൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഖദർ അള്ളാഹു അറിയിച്ചു തരാത്തതിൽ നമുക്ക് ഖൈറുണ്ടാകും. ഒൻപതാമത്തെ പാഠം, അള്ളാഹുവിനോട് അദബ് പാലിക്കുക. നീയത്ത്, അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരത്തിലും മറ്റും എന്ത് ചെയ്യുക? അദബ് പാലിക്കുക, മര്യാദ പാലിക്കുക. അദബ് കെട്ട വർത്തമാനങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയരുത്. ചില ആളുകൾ നോക്കും, എന്തെങ്കിലും മുസീബത്ത് ഉണ്ടാകുമ്പോഴേക്ക് പറയുന്നത് കാണാം, എന്തിനാണ് നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് പടച്ചവൻ നമ്മളോട് ഈ ക്രൂരത ചെയ്യുന്നത് എന്ന് വരെ പറയുന്നത് കാണാം. കുഫറിൻ്റെ വാക്ക്. അവനെ പറയാനുള്ള നാവ് കൊടുത്തത് റബ്ബാണ്, ആ പറയാൻ അവനെ ബാക്കിയാക്കിയത് റബ്ബാണ്. നോക്ക്, എന്തെങ്കിലും മുസീബത്ത് വരുമ്പോഴേക്ക് ആളുകൾ പറയുന്ന വാക്കിതാണ്. നീ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നീ അള്ളാഹുവിൻ്റെ അബുദാണ്. അള്ളാഹുവാണ് സയ്യിദ്, അവനാണ് യജമാനൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സയ്യിദു അള്ളാഹ്. ഇപ്പം നോക്കൂ, ചിലപ്പോൾ ചില ദുരന്തങ്ങൾ നടക്കും. ചിലപ്പോൾ ചില കുട്ടികൾ, സലാമു അൽ ആഫിയ, അള്ളാഹു നമ്മയും നമ്മുടെ കുട്ടികളെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട ആളുകൾ രക്ഷിക്കാൻ ശ്രമിക്കും, എല്ലാവരോടും ദുആ ചെയ്യാൻ പറയും.
ചിലപ്പോൾ ഒന്നും ചിലപ്പം വിചാരിച്ച പോലെ നടക്കുകയില്ല, കുട്ടി മരണപ്പെട്ടിട്ടുണ്ടാവും. ഉടനെ കാണാം ആളുകൾ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന പോലെയുള്ള സംസാരങ്ങൾ. അള്ളാഹുവിൻ്റെ ഏറ്റവും അവൻ ഇഷ്ടപ്പെടുന്ന പടപ്പുകളുടെ കുഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടി നബിയുടെ കയ്യിൽ കിടന്ന് മരണപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ എന്ത് കാര്യം ചോദിക്കുമ്പോഴും നീ മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. നീ അടിമയാണ്, അള്ളാഹുവാണ് സയ്യിദ്, അവനാണ് യജമാൻ. നേരെ തിരിച്ചല്ല. നീ സയ്യിദും അള്ളാഹു അബ്ദുമാണോ? നഊദു ബില്ലാഹ്. നീ ആവശ്യപ്പെടുന്നൊക്കെ ഇങ്ങനെ നീ എവിടെയെങ്കിലും പോയി ഓർഡർ ചെയ്യുന്നത് പോലെ കിട്ടാൻ അല്ല, നീ ദുആ ചെയ്യുകയാണ്, അള്ളാഹുവിനോട് തേടുകയാണ്. ഒരടിമ യജമാനനോട്, യഥാർത്ഥ ഉടമസ്ഥനോട് ചോദിക്കുന്ന പോലെ ചോദിക്കുക. അവൻ ഉദ്ദേശിച്ചാൽ അവൻ നൽകും. അവൻ കരീമാണ്, അവനെല്ലാം നൽകിയവനാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ അവൻ്റെ ഹിക്മത്ത് അതിന് യോജിക്കുമെങ്കിൽ അവൻ നൽകും. ഇത് മനസ്സിലാക്കുക. അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മര്യാദയുള്ള വാക്കുകൾ മാത്രം പറയുക. 10ാമത്തെ കാര്യം, അവസാനത്തേത്, ഖദറിൻ്റെ വിഷയത്തിലാകട്ടെ ഏത് വിഷയത്തിലാകട്ടെ നീ ഹക്കിൽ എത്തിച്ചേരണോ നീയത്ത് നന്നാക്കണം. തർക്കിക്കാനോ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കാനോ ഇതിനല്ല നമ്മൾ മനസ്സിൽ നീയത്ത് കരുതേണ്ടത്. മറിച്ച് ഹക്ക് മനസ്സിലാക്കാൻ നീയത്ത് കരുതുക, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ദുനിയാവിന് ഒരു കൊതുകിൻ്റെ അല്ലെങ്കിൽ ഒരു ഈച്ചയുടെ ചിറകിൻ്റെ വില പോലും നൽകിയിട്ടില്ല എന്നറിയുക. അതുകൊണ്ട് ദുനിയാവിലെ മുസീബത്തുകളും ഒന്നും ശാശ്വതമല്ല. ഇവിടെയുള്ള രാജാവും പ്രജയും, ഇവിടെ അടിച്ചമർത്തപ്പെട്ടവനും അടിച്ചമർത്തിയവനും അക്രമിയും മർദ്ദകനും ആരും ഇവിടെ ശാശ്വതരാകാൻ പോകുന്നില്ല. എല്ലാവരും അള്ളാഹുവിൻ്റെ മുന്നിൽ വരും. അതുകൊണ്ട് ദുനിയാവിലെ പ്രവർത്തനങ്ങൾ നിന്നെ ഖദറിനെ കുറിച്ച് മോശമായത് ചിന്തിക്കുന്നതിലേക്ക് നയിക്കാതിരിക്കട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ വിജ്ഞാനം നമുക്ക് നൽകുകയും ഈമാൻ കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി ആ ഈമാനോടെ മരണപ്പെടാൻ നമുക്ക് തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.